Indian Atheist Publishers presents ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരകല്ലിൽ. ഇന്ത്യൻ അഥീസ്റ്റ് പബ്ലിഷേഴ്സ് ഈ പുസ്തകം 8 അധ്യായങ്ങളും 5 അനുബന്ധങ്ങളും ഉൾപ്പെടെ 13 ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു. അധ്യായം 4. ശബരിമലയിലെ പ്രതിഷ്ഠ എന്താണ്? ശബരിമല ദർശനത്തിന് ധാരാളം ആളുകൾ പോകാറുണ്ടെങ്കിലും ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി ഏതാണെന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരങ്ങളാണ് പറയാറുള്ളത്. അതിൽ പല പേരുകളും ശബരിമലയിലെ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളോ ചരിത്രാംശങ്ങളോ ഉൾക്കൊള്ളുന്നവയാണ്. 1. ശബരിഗിരീശൻ. തലനാമത്തോട് ബന്ധപ്പെടുത്തി ശബരിമല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിക്ക് നൽകിയ പേരാണിത്. അടുത്ത കാലത്തെ പല കവിതകളിലും ഈ പേര് ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. തിരുപ്പതി ദേവൻ, ഗുരുവായൂരപ്പൻ, തിരുനക്കരയപ്പൻ, ചെങ്ങന്നൂർ ഭഗവതി, തൃക്കാക്കരയപ്പൻ എന്നൊക്കെ പറയുന്നത് പോലെ തലനാമത്തോട് ബന്ധപ്പെടുത്തിയ ഒരു പേരാണിത്. അതിൽ നിന്ന് പ്രതിഷ്ഠാമൂർത്തി പുരുഷനാണെന്ന് മാത്രമേ ധരിക്കാൻ കഴിയുകയുള്ളൂ. ചില പ്രത്യേക സ്ഥലങ്ങൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന പ്രാകൃതമായ സമ്പ്രദായവും ഇതിൽ കാണാം. ഇപ്പോൾ ചില വിശ്വാസികൾ പറയുന്നത് പ്രപഞ്ചത്തിന് അതീതമായ പരാശക്തിയാണ് അവർ പൂജിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ശക്തി സഹ്യപർവ്വത നിരകളിലുള്ള ഒരു മലയിൽ മാത്രം കാണേണ്ടതല്ല. ശബരിഗിരീശനായ അയ്യപ്പൻ വിശ്വാസികളുടെ പ്രാർത്ഥനയും മറ്റും കേൾക്കുന്നത് അവർ ശബരിമലയിൽ ചെല്ലുമ്പോൾ മാത്രമാണോ? അങ്ങനെയെങ്കിൽ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളുടെ പ്രയോജനം എന്താണ്? 2. ഹരിഹരസുതൻ. ഹരി അതായത് വിഷ്ണുവിന്റെയും ഹരന്റെയും, ഹരൻ ശിവനാണ്, പുത്രനാണ് ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നു. പല പാട്ടുകളിലും ആ കഥ വിവരിക്കുന്നുണ്ട്. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. ദുർവാസാവ് എന്ന മഹർഷി ഒരിക്കൽ കാട്ടിൽ കൂടി നടക്കുമ്പോൾ കൽപ്പകവൃക്ഷത്തിന്റെ പൂക്കൾ കൊണ്ട് കോർത്ത ഒരു മാലയുമായി മേനകയെ കണ്ടു. മഹർഷി ചോദിച്ചപ്പോൾ അവൾ അത് അദ്ദേഹത്തിന് കൊടുത്തു. ആ മാലയും തലയിൽ ചൂടിക്കൊണ്ട് മഹർഷി ദേവലോകത്ത് നിന്നു. അപ്പോൾ ദേവരാജനായ ഇന്ദ്രൻ ഐരാവതം എന്ന ആനയുടെ പുറത്തു കയറി വരുന്നു. ദുർവാസാവ് മാല ഇന്ദ്രന് സമ്മാനിച്ചു. അദ്ദേഹം അത് മണത്തു നോക്കിയതിനു ശേഷം ആനയുടെ മസ്തകത്തിൽ വെച്ചു. മാലയുടെ സൗരഭ്യം കൊണ്ട് ആന തുമ്പിക്കൈയിൽ നിന്ന് അതെടുക്കുകയും മണത്തു നോക്കിയിട്ട് താഴെയിടുകയും ചെയ്തു. താൻ കൊടുത്ത മാലയെ ഇന്ദ്രൻ അനാദരിച്ചതായി തെറ്റിദ്ധരിച്ച മഹർഷി ദേവലോകത്തിന്റെ ഐശ്വര്യം നശിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. അതിന്റെ ഫലമായി ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ചു. യാഗങ്ങൾ മുടങ്ങി. അവസാനം ബ്രഹ്മാവിന്റെ സഹായത്തോടെ അവർ മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞു. സകലവിധ ഔഷധങ്ങളും കൊണ്ടുവന്ന് പാൽക്കടലിൽ ഇട്ടതിനു ശേഷം മഹാമേരു പർവ്വതത്തെ കടക്കോലും വാസുകിയെ കയറുമാക്കി കടഞ്ഞാൽ അതിൽ നിന്ന് അമൃത് പൊന്തി വരുമെന്നും അത് കഴിച്ചാൽ ജരാനരകൾ പോകുമെന്നും വിഷ്ണു പറഞ്ഞു. അതനുസരിച്ച് അവർ പാലാഴി മഥനം തുടങ്ങി. ദേവന്മാരെ കൊണ്ട് തന്നെ ഇത് കഴിയാതെ വന്നതുകൊണ്ട് അവർ അസുരന്മാരെ കൂടി സഹായത്തിന് വിളിച്ചു. ഒരു ഭാഗത്ത് ദേവന്മാരും മറുഭാഗത്ത് അസുരന്മാരിൽ നിന്ന് കടച്ചിൽ തുടങ്ങി. അപ്പോൾ പാലാഴിയിൽ നിന്ന് പലതും പൊന്തി വന്നു. കൂട്ടത്തിൽ അമൃത് നിറച്ച കമണ്ഡലവുമായി ധന്വന്തരിയും. ഈ സമയത്താണ് അമൃതകുംഭം തട്ടിയെടുത്തുകൊണ്ട് അസുരന്മാർ പാതാളത്തിലേക്ക് പോയത്. അത് തിരിച്ചെടുക്കാൻ ദേവന്മാർക്ക് സാധിച്ചില്ല. അപ്പോൾ മഹാവിഷ്ണു അതിസുന്ദരിയായ ഒരു യുവതിയുടെ രൂപം ധരിച്ച് പാതാളത്തിൽ ചെന്നു. താൻ ധന്വന്തരിയുടെ അനുജത്തിയാണെന്നും പാലാഴിയിൽ നിന്ന് കരയ്ക്ക് കയറിയപ്പോഴേക്കും ദേവന്മാരും അസുരന്മാരും സ്ഥലം വിട്ടതുകൊണ്ട് അനാഥയായ താൻ അനുരൂപനായ വരനെ തേടി നടക്കുകയാണെന്നും അവൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അസുരന്മാരിൽ ഓരോരുത്തരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അവർക്കെല്ലാം അമൃത് വിളമ്പിക്കൊടുക്കണമെന്നും അവസാനം അവരിൽ ഒരാളെ വിവാഹം കഴിക്കണമെന്നും അവർ പറഞ്ഞു. മോഹിനി അത് സമ്മതിച്ചു. അവൾ പറഞ്ഞു, നിങ്ങളെല്ലാം കണ്ണടച്ചിരിക്കുക, ഞാനത് വിളമ്പിത്തരാം. ഏറ്റവും അവസാനം കണ്ണ് തുറക്കുന്നയാൾ എനിക്കും കൂടി വിളമ്പിത്തരികയും എന്നെ കല്യാണം കഴിക്കുകയും ചെയ്യുക. അസുരന്മാർക്കെല്ലാം മോഹിനിയെ കല്യാണം കഴിക്കാൻ മോഹമുണ്ടായിരുന്നത് കൊണ്ട് അവർ കണ്ണടച്ചിരുന്നു. ഈ സമയത്ത് മോഹിനി അമൃതുമായി ദേവലോകത്തേക്ക് കടന്നു. ദേവന്മാർ അമൃത് കഴിച്ച് ശക്തന്മാരായി. ഈ സമയത്ത് ശിവൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ആയതു കേട്ട പരമേശ്വരൻ അന്നേരം പാലാഴിവാസന്റെ മുമ്പിലെത്തിയിരുന്നാൻ. ദേവകൾക്കതങ്ങ് കൊണ്ടുകൊടുത്തോരു മായാസ്വരൂപത്തെ കാണുവാൻ അന്വേഷിച്ച ഞാൻ വന്നതുകൊണ്ട് സാധിക്കുകയും വേണം. നന്നല്ലിത് പരമേശ്വര നമുക്കഹോ എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുന്നേരം നിന്നുമുര വൈരിഗോപാന്ധനായുടൻ അന്നേരം മായായി വിഷ്ണു ഭഗവാനും സുന്ദരി രൂപത്തെ കാണിച്ചുടൻ സ്ഥിതി കണ്ടു മയങ്ങി പുണർന്നു
പരമീശൻ കൊണ്ടു ധരിച്ചണി ഗർഭമവൾക്ക് ശങ്കര ശംഭോ ശരണമെനിക്ക് സങ്കടമെന്നത് നീ പറക ബാലേ. ശങ്കര ശംഭോ ശരണമെനിക്ക് സങ്കടമുണ്ടത് തീർക്കുക വേണം. മന്മഥ വൈരി നിന്നുടെ ബീജം എന്നുടെ ഉദരമേ വന്നു ഭവിച്ചു. ആയതുകൊണ്ട് അരനാഴികയ്ക്കിടയിൽ നമ്മുടെ കൈയിതാക്കിയിട വേണം. യോനീപുത്രിയല്ലിത് ഞാൻ പ്രസവിപ്പാൻ വരം തരവേണം. പരമശിവൻ തിരുവടിയപ്പോൾ ചടുതി പിളർന്നു വലന്തുട തന്മേൽ ചടുതി പിറന്നു ഹരനുടെ കയ്യിൽ സുഹൃതിമണിയായ ഒരു ബാലകൻ. ശാസ്താവിന്റെ ഉത്ഭവത്തെ പറ്റിയുള്ള ഈ അയ്യപ്പൻ പാട്ട് 1120 കുംഭം ലക്കം ശ്രീ അയ്യപ്പൻ മാസികയിൽ ഉദ്ധരിച്ചിരുന്നതാണ്. അങ്ങനെ ഹരിയുടെയും ഹരന്റെയും പുത്രനായി ജനിച്ചതുകൊണ്ടാണ് ഹരിഹരസുതൻ എന്ന ശബരിമലയിലെ ദൈവത്തിന് പേരുണ്ടായതത്രേ. പുരുഷ ദൈവമായ ശിവനും മറ്റൊരു പുരുഷ ദൈവമായ വിഷ്ണുവും തമ്മിൽ സ്വർഗരതിയിൽ ഏർപ്പെട്ടുവെന്നും അതിലൊരു കുട്ടിയുണ്ടായി എന്നുമുള്ള ഈ കഥ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഒന്നുമില്ല. പക്ഷേ പാലാഴി കടഞ്ഞതും അമൃതെടുത്തതുമൊക്കെ ഭാഗവതത്തിൽ വിവരിക്കുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: അവൾ വിജ്ഞാനം പാടെ അപഹരിച്ചു കാമവിവശനാക്കിയിടിന ഭഗവാൻ വാമദേവൻ പാർവതീദേവി നോക്കിയിരിക്കെ ലജ്ജ തീരെ കൈവട്ടക്കാർ വേണിതൻ ചാരത്തു ചെന്നിടിനാൻ. ശ്രീഹരൻ തൻ സഫല രേതസ്സു പതിച്ചിതു സാധു സമ്മത മഹാത്മാവാകും. ശ്രീ ശിവൻ തൻ രേതസ് ധരിത്രിയിൽ വീണ ഭാഗങ്ങളെല്ലാം പൊന്നും വെള്ളിയും വിളഞ്ഞീടും അകാരങ്ങളായി. പിന്നീട് ഭവിച്ചെന്നു ധരിക്ക ധരാപതേ. മോഹിനിയുടെ പിൻപേ ഈ വിധം ഹരൻ സരോവാഹിനി കാനന ശൈലങ്ങളിൽ എങ്ങെങ്ങും മുനിവൃന്ദം തപസ്സു ചെയ്തിരുന്നിതങ്ങു ലേശം കൂസലെന്നിയെ സഞ്ചരിച്ചാൻ. ഖലിച്ചു രേതസപ്പോളപ്പോഴേ ദേവമായാവിലാസം ഇതെന്നോർത്തു മഹേശൻ പിന്തിരിഞ്ഞാൻ. ശ്രീ മഹാഭാഗവതം അഷ്ടമസ്കന്ധം 12:25 മുതൽ 35 വരെ. മോഹിനി രൂപം കൈക്കൊണ്ട വിഷ്ണുവിനെ കണ്ടപ്പോൾ തന്റെ ഭാര്യയായ പാർവതിയുടെ സാന്നിധ്യം പോലും വകവയ്ക്കാതെ ശിവൻ കാമാവേശനായി അടുത്തു അത്രേ. അവസാനം അദ്ദേഹത്തിന് ശുക്ലസ്ഖലനമുണ്ടായെന്നും അത് വീണ സ്ഥലങ്ങൾ പൊന്നും വെള്ളിയും ഉണ്ടാകുന്ന പ്രദേശങ്ങളായി മാറിയെന്നുമാണ് ഇവിടെ പറയുന്നത്. ശുക്ലം പൊന്നും വെള്ളിയുമായി മാറുമെന്ന വിഡ്ഢിത്തം നമുക്ക് തൽക്കാലം വിട്ടുകളയാം. വിഷ്ണുവിന്റെ ഗർഭധാരണ കഥയോ പ്രസവ കഥയോ ഒന്നും ഭാഗവതത്തിൽ ഇല്ല. വിഷ്ണു മോഹിനി രൂപം കെട്ടാനുണ്ടായ കാരണം അമൃത് കൈവശപ്പെടുത്താനാണെന്നാണല്ലോ ഭാഗവതത്തിൽ പറയുന്നത്. എന്നാൽ ഭസ്മാസുരനെ കൊല്ലുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം മോഹിനി രൂപം കൊണ്ടതെന്ന് വേറൊരു കഥയുമുണ്ട്. പക്ഷെ ആ കഥയും പുരാണങ്ങളിലെങ്ങും ഉള്ളതല്ല. പുരാണിക് എൻസൈക്ലോപീഡിയയിൽ ഭസ്മാസുര സങ്കല്പത്തെപ്പറ്റി പറയുന്നത് നോക്കുക. കോട്ട്: ഈ അസുരനെ പറ്റി സംസ്കൃത പുരാണങ്ങളിലൊന്നും യാതൊരു പ്രസ്താവനയും കാണുന്നില്ല. എന്നാൽ മറാഠി ഭാഷയിൽ എഴുതിയ ശിവലീലാമൃതം എന്ന ഗ്രന്ഥത്തിൽ ഭസ്മാസുരനെ പറ്റി ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. അത് താഴെ കൊടുക്കുന്നു: ഭസ്മാസുരൻ ശിവന്റെ ഭസ്മധൂളിയിൽ നിന്ന് ജന്മമെടുത്തു. ഭസ്മാസുരന്റെ നിസ്സീമമായ ശിവഭക്തി കൊണ്ട് പ്രസന്നനായ ശിവൻ അസുരനോട് ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളുവാൻ ആജ്ഞാപിച്ചു. അതനുസരിച്ച് ഭസ്മാസുരൻ തന്റെ കയ്യ് ആരുടെ തലയിൽ വെക്കുന്നുവോ അയാൾ ദഹിച്ച് ചാരമായി തീരണം എന്ന വരം വാങ്ങി. വരലബ്ധിയിൽ അഹങ്കാരിയായി തീർന്ന ഭസ്മാസുരൻ ലോകത്തിന് മുഴുവൻ ഒരു പേടി സ്വപ്നമായി തീർന്നു. ഉടനെ മഹാവിഷ്ണു ഒരു മോഹിനിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭാവഹാവാദികളിൽ അസുരനെ മയക്കിയിട്ട് മുക്ത നൃത്യം ആരംഭിച്ചു. ആ നൃത്യമുദ്രയിൽ ഭസ്മാസുരൻ തന്റെ കൈ ശിരസിൽ വെച്ച് മരണമടഞ്ഞു. അൺകോട്ട്. ഇങ്ങനെ മോഹിനി രൂപം കൈക്കൊണ്ട വിഷ്ണുവിനോടാണ് ആ രൂപം കാണിക്കാൻ ശിവൻ ആവശ്യപ്പെട്ടതെന്നാണ് മറ്റൊരു കഥ. ഇതിലും വിഷ്ണുവും ശിവനും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ശാസ്താവ് ജനിക്കുന്നതായി പറയുന്നില്ല. മറ്റു പുരാണങ്ങളിലും ഇത്തരം കഥയില്ല. ശിവ വിഷ്ണു സുരതത്തിലൂടെ ജന്മമെടുക്കുകയും തുടപിളർന്ന് വെളിയിൽ വരികയും ചെയ്ത ദൈവത്തിന്റെ കഥ പാടി നടക്കാനും ദിവ്യമായി കരുതാനും ചിലർക്കെങ്കിലും കഴിയുന്നത് അത്ഭുതകരമാണ്. 3. ജലന്ധര നിഹന്താവ്. ശാസ്തൃ സഹസ്രനാമം എന്നൊരു സ്തോത്രമുണ്ട്. ശാസ്താവിന്റെ 1000 പേരുകൾ എന്നാണ് ഇതിന്റെ അർത്ഥം. ആവർത്തിച്ചാവർത്തിച്ച് പല പേരുകളിൽ ശാസ്താവിനെ സ്തുതിക്കുന്നതിന് വേണ്ടി അടുത്ത കാലത്ത് ആരോ ഉണ്ടാക്കിയതാണ് അത്. അതിൽ ജലന്ധര നിഹന്താവ് എന്ന് ശാസ്താവിനെ സ്തുതിക്കുന്നുണ്ടെന്ന് ശ്രീ അയ്യപ്പൻ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ PR രാമവർമ്മ രാജ പറയുന്നു. ശാസ്താവിന്റെ ഉത്ഭവത്തിന് അദ്ദേഹം കൽപ്പിക്കുന്ന കാരണവും ഇതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഇവിടെ ഉദ്ധരിക്കാം. കോട്ട്: പത്മപുരാണത്തിൽ കാണും പ്രകാരം ജലന്ധരാസുരന്റെ കഥ ഇതാണ്. ജലന്ധരൻ എന്ന മഹാസുരൻ സിന്ധു സമുദ്ര സമാഗമത്തിൽ ജാതനായി മഹാശക്തനായി തീർന്നു. സമുദ്ര സംഭവനായതിനാൽ ജലന്ധരൻ എന്ന നാമവും മഹാലക്ഷ്മിയുടെ സഹോദരത്വവും സിദ്ധിച്ചു. ജലന്ധര പീഠമെന്ന ദ്വീപിൽ അയാൾ അസുരാധിപതിയും ശുക്രശിഷ്യനുമായി വാണു. വൃന്ദ എന്ന ദേവകന്യകയാണ് ജലന്ധരൻ വേട്ടത്. ദേവി മഹാത്മ്യത്തിലെ അസുരാധിപനായ ചണ്ഡമുണ്ടാദികളും സുംഭ നിസുംഭാദികളും രാഹു കേതു മുതലായവരും ജലന്ധരന്റെ സജീവന്മാരും സേനാപതികളുമായിരുന്നു. രാഹു എന്ന അസുരന് ക്ഷതം സംഭവിക്കാനിടയായ പാലാഴി മഥനത്തിന്റെ കാരണം അറിയാൻ അയാൾ ദേവേന്ദ്രന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു.
ദേവേന്ദ്രൻ അസുരന്മാരെ ഭർഷിച്ചും ദൂതരെ നിന്ദിച്ചും തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. കോപിഷ്ഠനായ ജലന്ധരൻ ഉടനെ സ്വർഗലോകത്തെ ആക്രമിക്കുകയും ദേവന്മാരെ കീഴടക്കുകയും ചെയ്തു. ദേവന്മാരുടെ സങ്കട നിവാരണാർത്ഥം യുക്തിയോദുക്തനായ മഹാവിഷ്ണു ജലന്ധരനെ നിഗ്രഹിക്കാതെ താൻ തന്നെ തോൽവി അടയുകയാണ് ചെയ്തത്. സംതൃപ്തനായ ജലന്ധരൻ സഹോദരി ഭർത്താവിനെ ബഹുമാനിച്ച് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചയച്ചു. സങ്കടപരിഹാരം സിദ്ധിക്കാത്ത ദേവന്മാർ പിന്നെ ശിവസന്നിധിയെ പ്രാപിച്ചു. ശിവൻ വളരെ ആലോചിച്ചതിന് ശേഷം മഹാവിഷ്ണുവിന് സാധിക്കാത്ത ഒരു കാര്യം തനിക്ക് സാധ്യമാകുന്നതേയില്ലെന്ന് തീർത്തു പറഞ്ഞു. എന്നാൽ വിഷ്ണുവിന്റെയും തന്റെയും പൂർണ്ണശക്തികൾ കലർന്ന ഒരു ആയുധം ഉണ്ടായാൽ ജലന്ധരനെ നിഗ്രഹിക്കാമെന്നും ശിവൻ അഭിപ്രായപ്പെട്ടു. അപ്പോഴതിൽ വിഷ്ണുവും അവിടെ ആവിർഭവിച്ചു. രണ്ടുപേരും ശ്രീചക്ര രൂപത്തിൽ ഒരു ദിവ്യ മഹസ് അവിടെ പ്രത്യക്ഷമായി തീർന്നു. ഈ തേജസ്സിന്റെ അത്യുഗ്ര ജ്വാലയേറ്റ് ലോകങ്ങളെങ്ങും ദഹിക്കാൻ തുടങ്ങിയപ്പോൾ വിഷ്ണുവിന്റെ ഉപദേശപ്രകാരം ശിവൻ അതിനെ പ്രതിനിവർത്തിച്ച് ഉദരത്തിൽ സൂക്ഷിച്ചു. ജലന്ധരൻ ശിവനോട് യുദ്ധത്തിന് നേരിടുവാൻ കാരണമുണ്ടാക്കുവാനായി നാരദൻ പുറപ്പെട്ടു. ദേവന്മാർ ശിവസന്നിധിയിൽ ചെന്ന് സങ്കടമുണർത്തിച്ച കഥയും ജലന്ധരനെ നിഗ്രഹിക്കുവാൻ ശിവൻ ചെയ്തിട്ടുള്ള നിശ്ചയത്തെയും നാരദൻ അറിയിച്ചപ്പോൾ ജലന്ധരൻ കോപം കൊണ്ട് വിറച്ചു. കൈലാസത്തെയും അവിടെയുള്ള വിശേഷങ്ങളെയും വിവരിച്ച കൂട്ടത്തിൽ നാരദൻ ശ്രീപാർവതിയുടെ രൂപസൗന്ദര്യത്തെയും വർണ്ണിച്ചു. നാരദൻ പോയ ശേഷം ജലന്ധരനാകട്ടെ കാമമോഹിതനായി രാഹുവിനെ ശിവന്റെ അടുക്കൽ അയച്ച് ശ്രീപാർവതിയുടെ ഭർത്താവായിരിക്കുവാൻ എല്ലാം കൊണ്ടും കൂടുതൽ യോഗ്യത തനിക്കാകയാൽ ഉടനെ ശ്രീപാർവതിയെ തന്റെ അടുക്കലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ ഫലമായി ശിവനും ജലന്ധരനും തമ്മിൽ വലുതായൊരു യുദ്ധമുണ്ടായി. മായാചതുരനായ ജലന്ധരൻ പല വിധത്തിലും ശിവനെയും പാർവതിയെയും വിഷമിപ്പിച്ചു. മായ കൊണ്ട് സ്വയം ശിവരൂപം കൈക്കൊണ്ട് ശ്രീപാർവതിയെ അനുരഞ്ജിപ്പിക്കാൻ ജലന്ധരൻ ചെയ്ത ശ്രമം സഫലമായില്ല. പാർവതിയുടെ പാതിവൃത്യ ഭംഗത്തിനൊരുപെടുന്ന ജലന്ധരന് വൃന്ദയുടെ പാതിവൃത്യ പ്രഭാവമാണ് ശത്രുൽകർഷം നൽകുന്നതറിഞ്ഞ് അതൊഴിവാക്കാൻ മഹാവിഷ്ണു മായ കൊണ്ട് ജലന്ധര വേഷം പൂണ്ട് വൃന്ദയെ ഒരു വനത്തിലേക്ക് ആകർഷിച്ച് അവളുമായി ക്രീഡിച്ചു. ഈ വനമാണ് പിന്നീട് വൃന്ദാവനമായി തീർന്നത്. ഒടുവിൽ സത്യം അറിഞ്ഞപ്പോൾ വൃന്ദ പശ്ചാത്താപ ഭരിതിയായി ആ വനത്തിൽ തീവ്രതപം ചെയ്ത് ദേഹത്തെ ഉപേക്ഷിച്ചു. വൃന്ദയുടെ ശാപത്താലാണ് പോൽ വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമന്റെ പത്നിയെ രാവണൻ അപഹരിക്കാൻ ഇടയായത്. വളരെ കാലം ശിവനും ജലന്ധരനുമായി യുദ്ധം നടന്നു. മായ കൊണ്ട് അവസാനമായി ശിവനെ അകപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ വിഷ്ണു ആവിർഭവിച്ചു. ശിവൻ സ്വന്തം ഉദരത്തിൽ സൂക്ഷിച്ചിരുന്ന തേജസ് ചക്രത്തിന്റെ കാര്യം ഓർപ്പിക്കുകയും ആ ദിവ്യായുധം പ്രയോഗിച്ച് ശിവൻ ജലന്ധരനെ നിഗ്രഹിക്കുകയും ചെയ്തു. ഇതാണ് പത്മപുരാണത്തിലെ കഥ. വിഷ്ണുവിന്റെയും ശിവന്റെയും ശക്തികൾ സംയോജിച്ച തേജസ്സിന് ശാസ്താവെന്നോ ഭൂതനാഥനെന്നോ വ്യക്തിവിശേഷമായി ഒരു നാമകരണം ചെയ്തതായി പത്മപുരാണത്തിൽ കാണുന്നില്ല. ശിവശക്തിയും വിഷ്ണുശക്തിയും ഒന്നിച്ച് ഒരവതാരം നിവർത്തിച്ചു എന്നുള്ള മോഹിനി വിഭ്രമകഥയും അതിൽ കാണുന്നില്ല. അൺകോട്ട്. ഇത് ശ്രീ അയ്യപ്പൻ ചരിതം പേജ് 36 മുതൽ 38 വരെയുള്ള ഭാഗത്തുനിന്നാണ്. ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തിയെ 1000 പേരുകളിൽ വിളിക്കാനുള്ള ശ്രമത്തിൽ ആരോ ജലന്ധര നിഹന്ത എന്നുകൂടി ചേർത്ത് വിളിച്ചു. പുരാണങ്ങളുമായി പോലും ഇതിന് ബന്ധമില്ല. ഈ പേര് ചരിത്രാംശങ്ങൾ ഉൾക്കൊള്ളുന്നും ഇല്ല. മോഹിനി സുതൻ. വിഷ്ണു മോഹിനിയുടെ രൂപം കെട്ടിയപ്പോൾ ശിവൻ ആ മോഹിനിയെ കാമിച്ചുവെന്നും ആ ബന്ധത്തിലുണ്ടായ പുത്രനാണ് ശബരിമല ശാസ്താവെന്നും ഉള്ള കഥയുടെ അടിസ്ഥാനത്തിലാണ് മോഹിനി സുതൻ, അതായത് മോഹിനിയുടെ മകൻ എന്ന പേരുണ്ടായത്. മോഹിനി എന്ന പേരിൽ മറ്റൊരു സ്ത്രീയും ഈ കഥകളിലെങ്ങുമില്ല. മോഹിനി രൂപത്തിലുള്ള വിഷ്ണു ഗർഭം ധരിച്ചതോ പ്രസവിച്ചതായോ പുരാണങ്ങളിൽ ഇല്ല എന്ന് നമ്മൾ മുമ്പ് കണ്ടു. അതുകൊണ്ട് ആ പേരിനും ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തിയുമായി ബന്ധമൊന്നും ഇല്ല എന്ന് വ്യക്തമാണ്. 5. കയ്യപ്പൻ. ശബരിമല അയ്യപ്പന്റെ ഉദ്ഭവകഥ വിവരിക്കുന്ന ഒരു അയ്യപ്പൻ പാട്ടിലാണ് ഈ പേര് പ്രയോഗിച്ചു കാണുന്നത്. പരമശിവൻ തിരുവടിയപ്പോൾ ചടുതി പിളർന്നു വലന്തുട തന്മേൽ ചടുതി പിറന്നു ഹരനുടെ കയ്യിൽ സുഹൃതിമണിയായ ഒരു ബാലകൻ കയ്യിൽ അയ്യൻ പിറന്ന കാരണം കയ്യപ്പനെന്ന് തിരുനാമമരുളി. ശിവന്റെ കയ്യിലേക്ക് ജനിച്ചത് കൊണ്ട് കയ്യപ്പൻ എന്ന കുട്ടിക്ക് പേരിട്ടു അത്രേ. പദങ്ങളുടെ ഉത്ഭവം, പരിണാമം തുടങ്ങിയവയെ പറ്റിയൊന്നും അറിയാത്ത ഏതോ സാധാരണക്കാരൻ എഴുതിയതായിരിക്കണം ഈ നാടോടിപ്പാട്ട്. മറ്റു ചില പാട്ടുകളിലും കയ്യപ്പൻ എന്ന പേര് ശബരിമല അയ്യപ്പന് ഉപയോഗിച്ചിരുന്നതായി കണ്ടിട്ടുണ്ട്. കയ്യപ്പൻ എന്ന പദത്തിന് താഴ്ന്ന ജാതിക്കാരൻ എന്നർത്ഥമുള്ളതായി ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ ശബ്ദ താരാവലിയിൽ നിന്ന് മനസ്സിലാക്കാം. വഞ്ചിത്ത ഭ്രാന്തെഴുമരേരാം നാവിക കയ്യരെ എന്ന് പ്രയോഗമുള്ളതായും അദ്ദേഹം എടുത്തു കാണിക്കുന്നു. കയ്യർ എന്ന പദത്തിന് തമിഴിലും കീഴ്മക്കൾ, അതായത് താഴ്ന്ന ജാതിക്കാർ എന്നാണ് അർത്ഥം. ശബരിമലയിലെ ദൈവം താഴ്ന്ന ജാതിക്കാരനായിരുന്നു എന്ന സൂചനയാണ് ഇത് നൽകുന്നത്. അയ്യപ്പൻ ഈഴവനായിരുന്നു എന്നും ആദിവാസികളുടെ ഏതോ ദൈവമായിരുന്നു എന്നുമുള്ള അഭിപ്രായങ്ങൾ ഇവിടെ സ്മരണീയമാണ്. 6. മഹിഷി മർദ്ദകൻ. ശബരിമല പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കഥകളിൽ എരുമേലിക്കുള്ള സ്ഥാനം അദ്വിതീയമാണല്ലോ.
ശബരിമല ഭക്തനായ കാനം ശങ്കരപ്പിള്ള അത് ഇങ്ങനെ വിവരിക്കുന്നു. കോട്ട്: വിന്ധ്യാപർവ്വത താഴ്വരയിൽ ഗാലവൻ എന്നൊരു മുനി പാർത്തിരുന്നു. ദത്തൻ എന്നൊരു ശിഷ്യനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മഹർഷിയുടെ യൗവനയുക്തിയായ മകൾ ലീലയ്ക്ക് കോമളനായ ദത്തനിൽ കാമാവേശമുണ്ടായി. തന്നെ ദത്തന്റെ പട്ടമഹിഷിയാക്കണമെന്ന് അഭ്യർത്ഥിച്ച ലീലയെ ഗോവാക്രാന്തനായ ദത്തൻ മഹിഷി, അതായത് എരുമ ആയി തീരട്ടെ എന്ന് ശപിച്ചു. മഹിഷാസുരന്റെ സഹോദരിയായി ലീല ജനിച്ചു. മഹിഷാസുരന്റെ വധത്തെ തുടർന്ന് മഹിഷി ഘോര തപസ് നടത്തി ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. സ്ത്രീ പുരുഷ സംയോഗത്തിൽ ജനിച്ച ആർക്കും കൊല്ലാൻ സാധിക്കരുത്, ഇന്ദ്രലോകം കീഴ്പ്പെടുത്താൻ ശക്തി തരണം, തന്നെ ശപിച്ച ദത്തൻ ഒരു മഹിഷമായി അവതരിച്ച് തന്റെ കാമസമ്പൂർത്തി വരുത്തണം എന്നിങ്ങനെ 3 വരങ്ങൾ മഹിഷി വാങ്ങിച്ചു. മഹിഷി ഇന്ദ്രലോകം പിടിച്ചടക്കി. പലായനം ചെയ്ത ഇന്ദ്രൻ ഹരിഹരപുത്രനായ ശാസ്താവിനെ അഭയം പ്രാപിച്ച് മനുഷ്യനായി അവതരിക്കാൻ അപേക്ഷിച്ചു. ദത്തനെ സമീപിച്ച് മഹിഷമായി അവതരിച്ച് മഹിഷിയെ പമ്പയുടെ തീരങ്ങളിൽ ആകർഷിച്ചു നിർത്തുവാൻ അപേക്ഷിച്ചു. ദത്തൻ സുന്ദര മഹിഷമായി അവതരിച്ച് മഹിഷിയുമായി ക്രീഡിച്ച് പമ്പയുടെ തീരങ്ങളിൽ വിലസി. ശാസ്താവ് അയ്യപ്പനായി ജനിച്ചു. നായാട്ടിന് പോയ പന്തളത്തി രാജാവിനോടൊത്ത് അയ്യപ്പൻ കൊട്ടാരത്തിലെത്തി ആയോധന മുറകൾ അഭ്യസിച്ച് അയ്യപ്പൻ നല്ല യോദ്ധാവായി തീർന്നു. രാജ്ഞിക്ക് അയ്യപ്പനെ ഇഷ്ടപ്പെടാതെ വരികയും മന്ത്രിയുമൊത്ത് ആലോചിച്ച് ഇല്ലാത്ത രോഗത്തിന് ഇല്ലാത്ത മരുന്നായി പുലിപ്പാലിന് വേണ്ടി വനത്തിലേക്ക് അയക്കുകയും ചെയ്തു. കഥ തുടരുകയാണ്. എരുമേലി വഴിയാണ് അയ്യപ്പൻ വനത്തിലേക്ക് പോയത്. എരുമേലിയിലെത്തിയ അയ്യപ്പൻ മനുഷ്യരെ ആരെയും വെളിയിൽ കണ്ടില്ല. പേട്ടയിൽ കൊച്ചമ്പലം ഇരിക്കുന്ന സ്ഥാനത്ത് മഹിഷിയെയും പ്രതീക്ഷിച്ചുകൊണ്ട് കുറെ നേരം ഇരുന്നു. ഇന്ന് ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു അന്ന് മഹിഷിയുടെ വികാരരംഗം. ദത്തനോടുള്ള പക തീർക്കാൻ രാത്രികാലങ്ങളിൽ നാട്ടിലിറങ്ങി കണ്ടുകിട്ടുന്ന പുരുഷന്മാരെ കടിച്ചു കൊല്ലുക എന്നതായിരുന്നു മഹിഷിയുടെ ക്രൂര വിനോദം. അതിനാൽ സന്ധ്യയാകുന്നതോടെ പുരുഷന്മാരെല്ലാം കൊരട്ടിയാറ് കടന്ന് അക്കരെ അഭയം പ്രാപിച്ചിരുന്നു. അയ്യപ്പനെ കണ്ട മഹിഷി ആക്രമണത്തിന് ഒരുമ്പെട്ടു. വാലിൽ കടന്നു പിടിച്ച അയ്യപ്പനെയും കൊണ്ട് മഹിഷി സമീപത്തുള്ള കുളത്തിലേക്ക് ചാടി. തന്റെ കൈവശമുണ്ടായിരുന്ന ശരം കൊണ്ട് കുത്തി അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചു. മഹിഷി നിഗ്രഹം നടന്ന കുളത്തിന് രുധിരക്കുളം എന്നും സമീപത്തുള്ള പുരയിടത്തിന് രുധിരക്കുളങ്ങര എന്നും പേര് കിട്ടി. എരുമയുടെ രക്തം വീണ കുളം എന്നാണ് അർത്ഥം. ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇന്ന് കാടി കുടിച്ചെടുക്കുന്ന പ്രസ്തുത കുളം ഉദിരക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ഈ കഥ വീണ്ടും തുടരുകയാണ്. മഹിഷി നിഗ്രഹത്തെ തുടർന്ന് ക്ഷീണിതനായ അയ്യപ്പൻ സമീപത്ത് വെളിച്ചം കണ്ട വീട്ടിലേക്ക് കയറി ചെന്നു. ശ്രീ അയ്യപ്പ ടാക്കീസിന് സമീപം ഇന്നും സ്ഥിതി ചെയ്യുന്ന പുത്തൻ വീടായിരുന്നു പ്രസ്തുത വീട്. തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി പാർത്ത ഒരു വെള്ളാള കുടുംബമായിരുന്നു അവിടെ പാർത്തിരുന്നത്. ഒരമ്മൂമ്മ മാത്രമേ അയ്യപ്പൻ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ശിവപൂജയ്ക്ക് വെച്ചിരുന്ന അവലും മലരുമല്ലാതെ വിശപ്പടക്കാൻ ആ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളത് തന്നാട്ടെ എന്നായി അയ്യപ്പൻ. ഉണ്ടായിരുന്ന അവലും മലരും പുത്തൻ വീട്ടിലെ അമ്മൂമ്മ അയ്യപ്പന് കൊടുത്തു. അയ്യപ്പനിൽ നിന്നും എരുമയെ നിഗ്രഹിച്ച കഥ അമ്മൂമ്മ അറിയുകയും അമ്മൂമ്മ മറ്റുള്ളവരെ വിവരമറിയിക്കുകയും ചെയ്തു. ഓടിക്കൂടിയ പുരുഷന്മാർ കൊല്ലപ്പെട്ട എരുമയെ ഒരു കമ്പിൽ കെട്ടിത്തൂക്കി ആനന്ദ നൃത്തം നടത്തി ഘോഷയാത്രയായി കൊണ്ടുപോയി മറവ് ചെയ്തു. ഈ നൃത്തത്തിന്റെ സ്മരണയെ നിലനിർത്താനാണ് അയ്യപ്പ ഭക്തന്മാർ എരുമേലിയിൽ പേട്ട തൊള്ളുന്നത്. എരുമയ്ക്ക് പകരം കറുത്ത കമ്പിളിയിൽ കിഴങ്ങുകളും പച്ചക്കറികളും കെട്ടിത്തൂക്കുന്നു. കുങ്കുമം, കരി, ചായം എന്നിവ ദേഹത്തണിയുന്നത് എരുമയിൽ നിന്ന് തെറിച്ച ചോര, ചാണകം, ചെളി എന്നിവയെ കാണിക്കാനാണ്. അടുത്തുകൂടിയിരുന്ന ഈച്ചകളെ അകറ്റാൻ പച്ചിലക്കമ്പുകൾ വീശിയിരുന്നതിനെയാണ് പച്ചിലക്കമ്പുകൾ വഹിച്ചുകൊണ്ടുള്ള തുള്ളൽ കാണിക്കുന്നത്. അൺകോട്ട്. ഇത് ജനയുഗം വാരികയിൽ 1975 ജനുവരി 15 കാനം ശങ്കരപ്പിള്ള എഴുതിയ വിശദീകരണമാണ്. പ്രാദേശിക ഐതിഹ്യങ്ങളും കൂടി കൂട്ടിക്കലർത്തിയാണ് ശങ്കരപ്പിള്ള ഈ കഥ വിവരിച്ചിരിക്കുന്നത്. അസുരവർഗത്തിൽപ്പെട്ട ആ എരുമയെ കൊല്ലുക എന്നുള്ളത് അയ്യപ്പന്റെ അവതാര ലക്ഷ്യമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എരുമ എത്ര വലുതായിരുന്നാലും അതിനെ കൊല്ലാൻ ഒരു നല്ല തോക്കിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യപ്പൻ ഭൂമിയിൽ അതിനുവേണ്ടി മനുഷ്യനായി അവതരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? എരുമയെ കൊമ്പിൽ കടന്നു പിടിക്കുകയും കുളത്തിൽ ചാടുകയും ശരം കൊണ്ട് എരുമയെ കുത്തിക്കൊല്ലുകയും ഒക്കെ ചെയ്തത് ബുദ്ധിമോശമല്ലേ? ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തുള്ള സ്ഥലങ്ങൾ തവിടുപൊടിയാക്കുന്നതിന് ഇവിടെ നിന്ന് മിസൈലുകൾ അയക്കാൻ മനുഷ്യന് ഇന്ന് കഴിയും. അത്തരത്തിലുള്ള മിസൈലുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കാതെ അപരിഷ്കൃതരായ കാട്ടുജാതിക്കാരെ പോലെ അമ്പും വില്ലും ആയി എരുമയെ കൊല്ലാൻ പോയ ഈ ദൈവത്തോട് നമുക്ക് ശരിക്കു പറഞ്ഞാൽ സഹതാപം തോന്നും. ശങ്കരപ്പിള്ള വിവരിക്കുന്ന എരുമക്കൊല്ലി കഥയുടെ മൂലം ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന പേരിലുള്ള ഒരു സംസ്കൃത കവിതയാണ്. അത് ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഗമെന്ന പേരിലാണ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും അത് ശരിയല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഗവേഷകനായ AR ശ്രീനിവാസൻ 1961 ജനുവരി 21 മലയാള മനോരമ വാരികയിൽ ധർമ്മശാസ്ത്ര എന്ന പേരിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ ആ കൃതിയെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്. കോട്ട്: ശാസ്താവ് എന്ന ഒരു ദേവതയെ, ഹരിഹരപുത്രനായ ശാസ്താവ് എന്ന ഒരു ദേവതയെ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ കാണുവാനില്ല. ഹരിഹരന്മാർക്ക് ഒരു പുത്രൻ പിറക്കുന്ന കഥ കേരളത്തിൽ മാത്രമേ പ്രചാരത്തിലുള്ളൂ എന്ന സംഗതിയായിരിക്കാം ഇതിന് കാരണം. ഭൂതനാഥോപാഖ്യാനം എന്ന
പേരിൽ ഇന്ന് പ്രചുര പ്രചാരം സിദ്ധിച്ചിരിക്കുന്ന കഥ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉണ്ടെന്ന് തൽപരകക്ഷികൾ പറയുന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു ഉപാഖ്യാനം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഇല്ല എന്ന് പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇത്ര യുക്തിവിഹീനവും ചരിത്രദൃഷ്ടിയെ സാധൂകരിക്കാൻ അസാധ്യവുമായ കൃത്രിമത്വം ആരുടെ കൽപ്പനാശക്തിയാൽ പെട്ടതായാലും അഗണ്യമത്രേ എന്ന് പറഞ്ഞ് രാമവർമ്മ രാജ അവർകൾ ശ്രീ അയ്യപ്പൻ ചരിത്രത്തിൽ ആ കഥ തീരെ ഉപേക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഉപാഖ്യാനം ആധുനിക കാലത്ത് ഏതോ വിദ്വാൻ, ഔചിത്യബോധം ലേശമില്ലാത്ത ഒരു വിദ്വാൻ ഉണ്ടാക്കിയതാണെന്ന് നിസ്സംശയം പറയാം. ഈ കഥയ്ക്ക് പ്രചുര പ്രചാരം സിദ്ധിച്ചതാണ് കഷ്ടം. പാലാഴി മഥനത്തിന് ശേഷം മോഹിനിയിൽ ശിവന് ജാതനായ ശാസ്താവ് ശിവന്റെ ആജ്ഞയനുസരിച്ച് സംവത്സരം ഭൂമിയിൽ ഒരു മഹിഷിയെ, എരുമയുടെ രൂപം ധരിച്ച ഒരു ആസുരിയായിരുന്നു അത്രേ, മർദ്ദിക്കുന്നതിനായി കൈലാസത്തിൽ നിന്ന് പുറപ്പെട്ട പമ്പാതീരത്ത് ചെറിയ കുട്ടിയായി കിടന്നുപോലും. ഭയങ്കരമായ ആ വനത്തിൽ നായാട്ടിന് വന്ന പന്തളത്തി രാജാവ് ആ കുട്ടിയെ ഒരു ബ്രാഹ്മണന്റെ ഉപദേശപ്രകാരം എടുത്തു വളർത്തി. മണികണ്ഠനെന്നും അയ്യപ്പനെന്നും പിന്നീട് പ്രഖ്യാതനായ ഈ കുട്ടി പിന്നീട് പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. മഹിഷി മർദ്ദനം കഴിച്ചു. മണികണ്ഠൻ ശാസ്താവാണെന്ന് അഗസ്ത്യ മഹർഷി പിന്നീട് പന്തളം രാജാവിനെ ഉപദേശിച്ചു അത്രേ. ഇതിനുശേഷം മണികണ്ഠന്റെ ആവശ്യപ്രകാരം പന്തളം രാജാവ് അഗസ്ത്യ മഹർഷിയുടെയും പരശുരാമന്റെയും സഹായത്തോടുകൂടി ശബരിമലയിൽ ക്ഷേത്രം സ്ഥാപിച്ചു അത്രേ. മണികണ്ഠൻ രാജാവിനെ ധർമ്മോപദേശം നൽകി അന്തർധാനം ചെയ്തു. ശബരിമല ക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ പന്തളം രാജാവിന് ഇന്ദ്രനോട് പടവെട്ടേണ്ടതായും വന്നിട്ടുണ്ട്. ഇതാണ് ഭൂതനാഥോപാഖ്യാനത്തിലെ കഥാവസ്തു. ഇത്രയും അസമർത്ഥമായ വിധത്തിൽ ഒരു പുരാണകഥ ആരും രചിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. വാസ്തവത്തിൽ ഒരു ഉദ്ദേശ്യമോ ഉപദേശമോ കൂടാതെയുള്ള ഒരു മഹിഷീമർദ്ദനവും ശബരിമല ക്ഷേത്രത്തോടും ശാസ്താവിന്റെ ആരാധനയോടും താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പന്തളം രാജകുടുംബത്തെയും ഘടിപ്പിച്ച് അടുത്ത കാലത്ത് ഏതോ ഒരു സമർത്ഥൻ പ്രസിദ്ധപ്പെടുത്തിയതാണ് ഈ ഉപാഖ്യാനമെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റുണ്ടാവുകയില്ല. കേരളത്തിൽ പ്രസിദ്ധമായ ശാസ്താവിന്റെ ജന്മകഥയും ചരിത്രപുരുഷനായ അയ്യപ്പന്റെ കഥയുടെ ഭാഗങ്ങളും ചില പൊടിപ്പും തൊങ്ങലുമെല്ലാം വെച്ച് തീരെ അസമർത്ഥമായ വിധത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് ഈ കഥ. കാലടി രാമൻപിള്ള അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ ഈ കഥയെക്കുറിച്ച് പറയുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. മഹിഷാസുരന്റെ രാജ്യമായിരുന്നെന്ന് സമ്മതിക്കപ്പെടുന്ന ഇന്നത്തെ മൈസൂർ നിവാസികളായ ഹിന്ദുക്കൾ ഇപ്രകാരം പിടികിട്ടാപ്പുള്ളിയായി ഒളിച്ചോടി കേരളത്തെ അഭയം പ്രാപിച്ച മഹിഷിയെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ലെന്നുള്ള വസ്തുത മറ്റൊരു വൈചിത്ര്യമാണ്. കർത്താവ് അവർകൾ ഈ മഹിഷിയെ സൃഷ്ടിച്ചത് ശാസ്താവിന്റെ ഉത്ഭവത്തിന് ഒരാവശ്യമുണ്ടാക്കുവാൻ വേണ്ടിയാണെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവളെ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്നാണ് ഇനി ചിന്തിക്കേണ്ടത്. എരുമേലി എന്ന ദേശനാമമാണ് കർത്താവിന് മഹിഷി സൃഷ്ടിക്ക് സഹായിച്ചതെന്ന് വിചാരിക്കുവാൻ യുക്തിയുണ്ട്. എരുമേലിയെ മുറിച്ച് എരുമ എടുത്തു. എരുമയുടെ സംസ്കൃത പദം എന്തെന്ന് നോക്കിയാൽ മഹിഷി വരുന്നത് കാണാം. നാമസാദൃശ്യത്തെ അടിസ്ഥാനമാക്കി മഹിഷാസുരന്റെ സഹോദരിയാണെന്ന് തീരുമാനിച്ചതുകൊണ്ട് ഗോത്രമാരാഞ്ഞ് നടന്ന് കഷ്ടപ്പെടാതെയും കഴിഞ്ഞു. അത്രയുമല്ല, എരുമേലി ക്ഷേത്ര പ്രതിഷ്ഠയുടെയും ശാസ്താവിന്റെയും ചരിത്രത്തിൽ പമ്പയ്ക്കും പന്തളം രാജാവിനും സംബന്ധിപ്പിക്കാൻ അവകാശമുണ്ടായതിന്റെയും കാരണം സിദ്ധിക്കുക കൂടി ചെയ്തു. അപ്പോൾ അയ്യപ്പന്റെ ചരിത്രത്തിൽ ഊടും പാവും പോലെ കോർത്തു പിടിച്ചു കിടക്കുന്ന ചീരപ്പഞ്ചിറ മൂപ്പൻ, ഞാളൂർ കർത്താവ്, ഈഴവത്തി ശേവം മുതലായി പലരെയും ബലികഴച്ച് തന്റെ പൗരാണിക ഛായത്തിന്റെ നിറം കളയാതെ സൂക്ഷിക്കേണ്ടുന്ന ഭാരം നേരിട്ടു. ബാബരെന്ന മുഹമ്മദീയ കടൽക്കൊള്ളക്കാരനെയും കടുത്ത എന്ന നായർ യോദ്ധാവിനെയും യഥാക്രമം പാപരർ എന്നും കടുരവർ എന്നും പേരുള്ള ശിവഭൂതങ്ങളാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് ഒരു വിഷമവും ഉണ്ടായില്ല. പക്ഷേ കൃഷ്ണൻ കർത്താവ് എന്നൊരാളാണ് ഈ വിധത്തിലുള്ള കഥ ചമച്ചതെന്നുള്ള നിഗമനം ശരിയാണെന്ന് തോന്നുന്നില്ല. സംസ്കൃതത്തിൽ ശ്രീ ഭൂതനാഥോപാഖ്യാനം ആദ്യം എഴുതിയ വീരനാണ് ഈ വിനയെല്ലാം വരുത്തിവെച്ചത്. സംസ്കൃതത്തിലുള്ള ശ്രീ ഭൂതനാഥോപാഖ്യാനത്തിന്റെ ഒരു ഗദ്യ വിവർത്തനം കൊല്ലവർഷം 1114, അതായത് CE 1939 PN കൃഷ്ണനുണ്ണി കലവൂർ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്റെ ചെറുപ്പത്തിൽ അയ്യപ്പ ഭക്തന്മാരുടെ കയ്യിലെല്ലാം അത് കണ്ടിരുന്നു. ശബരിമലയെ സംബന്ധിക്കുന്ന ഐതിഹ്യങ്ങൾ പ്രചരിക്കാൻ ആ കൃതി വളരെയേറെ കാരണമായി തീർന്നു. 15 അധ്യായങ്ങളുള്ള ആ പുസ്തകത്തിൽ രസകരങ്ങളായ നിരവധി വിവരങ്ങൾ കാണാം. അതിലൊന്ന് മാളികപ്പുറത്തമ്മ എന്ന പേരിൽ ഭക്തന്മാർ പൂജിക്കുന്നത് ഈ അസുര സ്ത്രീയെ ആണെന്നുള്ളതാണ്. ശ്രീ ഭൂതനാഥോപാഖ്യാനത്തിൽ നിന്ന് തന്നെ ആ ഭാഗം ഉദ്ധരിക്കാം. മഹിഷിയുടെ പരാജയത്തെയും ഭൂതനാഥന്റെ കോപാധിക്യത്തെയും മഹിഷിയെ മർദ്ദിക്കുന്നതും കണ്ട് അസുരഗണങ്ങൾ ഭയാകുലരായി അങ്ങുമിങ്ങും ഓട്ടം തുടങ്ങി. അവരെ കൊല്ലുന്നതിന് ഭഗവാൻ ഭൂതഗണങ്ങളോട്, സാഗരത്തെ ധരിപ്പിക്കുന്നവനായി എന്റെ മേനിയിൽ സ്ഥിതി ചെയ്യുന്നത് ആര്? ആ ദേവനെ ഞാൻ മനസ്സാ സ്മരിച്ച് പ്രണമിക്കുന്നു. യാതൊരു ദേവൻ ബ്രഹ്മവരത്തെ സത്യമാക്കുവാനും എന്റെ ഉന്മതം തീർക്കുവാനുമായി എന്റെ മേനിയിൽ നിന്ന് മർദ്ദനലീല ചെയ്യുന്നു. ആ ദേവനെ ഞാൻ സദാ നമസ്കരിക്കുന്നു. യാതൊരു ദേവന്റെ തേജസ് കൊണ്ട് ആദിത്യാദിഗ്രഹങ്ങൾ പ്രകാശിക്കുന്നു. ആ ദേവനെ ഞാൻ സ്മരണ ചെയ്യുന്നു. യാതൊരു ദേവന്റെ
ചൈതന്യം കൊണ്ട് സർവഭൂത സഞ്ചയങ്ങളും സചേതനങ്ങളായി തീരുന്നു ആ ദേവൻ എന്റെ പാർശ്വദേഹത്തിൽ നൃത്തം ചെയ്യുന്നത് പോലെ എന്റെ ഹൃദയത്തിലും സ്ഥിതി ചെയ്ത് നൃത്തമാടണേ എന്ന്. ഭർത്തൃശാപയുക്തയെങ്കിലും മുക്തിയിൽ ആഗ്രഹീത്തയായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദേവന്റെ പാദപത്മങ്ങളെ അഭയം പ്രാപിക്കുന്നു. അധർമ്മികളായ ദുഷ്ടന്മാരെ ധർമ്മബുദ്ധികളാക്കി സന്മാർഗത്തിൽ ചലിപ്പിക്കുന്ന ധർമ്മശാസ്താവെ, സൽഗുണാകൃതിയായ നിൻ തിരുവടി എന്റെ സമസ്ത അപരാധങ്ങളും പുറത്ത് എന്നിൽ കനിഞ്ഞ് അനുഗ്രഹിപ്പാറാകണമേ. ഇപ്രകാരം മഹിഷിയുടെ സ്തുതികളെയും പ്രാർത്ഥനകളെയും കേട്ട് പ്രസന്നനായ ഭഗവാൻ ധർമ്മശാസ്താവ് നൃത്തത്തിൽ നിന്ന് നിവൃത്തനായി താഴെ ഇറങ്ങി തൃക്കരങ്ങളെ കൊണ്ട് അവളുടെ ശരീരത്തിൽ ആർദ്രതയോടും സന്തോഷത്തോടും കൂടി തഴുകി. ഇപ്പോഴാകട്ടെ അവളിൽ നിന്ന് ദിവ്യവും സുന്ദരാകൃതിയുമായ ഒരു സ്ത്രീരൂപം ദിവ്യ മാല്യധാരീനയായി വസ്ത്രഭൂഷണാദ്യ രംഗോടാജ്ഞാപിക്കയാൽ അനവധി അസുരന്മാർ ഭൂതഗണങ്ങളാൽ ഹിംസിക്കപ്പെട്ടു. മഹിഷി മർദ്ദനം നർത്തനം ശക്തിയായി വരുന്നു. ആദിശേഷന്റെ ഫണങ്ങൾ ഭൂമിയുടെ ഭാരവും ചലന നിമിത്തം അമർത്തപ്പെടുകയാൽ ആ പന്നകേന്ദ്രൻ അവശനായി തീർന്നു. ശ്രീ നാരദ മഹർഷി ആ നൃത്തത്തിന് അനുസരണമായി വീണ വായിച്ചുകൊണ്ട് സമാഗമം ചെയ്തു. വിഷ്ണു മഹേശ്വരന്മാരായ ദേവന്മാർ അവിടെ ആവിർഭവിച്ച് പുത്രന്റെ ലാസ്യം കണ്ട് സന്തുഷ്ടരായി. ദേവകൾ പാരിജാത പുതുപൂക്കളാൽ വർഷം ചെയ്തു. മഹിഷിയുടെ മതവും ശക്തിയും ക്ഷയത്തെ പ്രാപിച്ചു. അവൾ നിശ്ചേഷ്ടയായി ഭവിച്ചു, രക്തം വമിച്ചു, ഛർദ്ദിച്ചു. ഇപ്പോൾ അവൾക്ക് തത്വബോധമുണ്ടായി ഇങ്ങനെ വിചാരിച്ചു: എന്റെ മേൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഈ പുരുഷൻ സാക്ഷാൽ ശങ്കരനാരായണ പുത്രനല്ലയോ? ആ പുരുഷനല്ലാതെ എന്നെ ഇപ്രകാരം മർദ്ദിക്കുന്നതിനോ അഥവാ ഹിംസിക്കുന്നതിനോ തക്കതായ ശക്തിയും അധികാരവും മറ്റാർക്കും ഇല്ല. അങ്ങനെയാണല്ലോ എനിക്ക് ലഭിച്ചിട്ടുള്ള വിധിയുടെ വരബലം. അതിനാൽ ആ ശങ്കരനാരായണ മൂർത്തിയെ തന്നെ ശരണം പ്രാപിക്കുന്നുണ്ട്. ഏവം വിധമായ തത്വവിചാരം കലർന്ന മഹിഷി ആ മൂർത്തിയെ ഇപ്രകാരം സ്തുതിച്ചു തുടങ്ങി: അല്ലയോ ഭഗവാനെ, ഭക്തവത്സല, എന്നെ മർദ്ദനം ചെയ്യുന്ന അങ്ങ് ആരാണെന്നറിഞ്ഞ് ഞാൻ സ്തുതിക്കണം. അതിനാൽ അങ്ങ് ദേവനാണോ? ഈരേഴു ലോകങ്ങൾക്കും കാരണഭൂതനായി ഘോരമായ സംസാരങ്ങളാൽ, അതായത് ജനന മരണങ്ങളാൽ പരിശോഭിതയായി, അംഗവിലേ പീതാംഗിയായി, ദിവ്യ നാരീഗണ സംയുക്തയായി, അവരാൽ പരിസേവിതയായി, വിമാനാരൂഢയായി ആകാശത്തിൽ ആവിർഭവിച്ചു. ദേവവൃന്ദകളാൽ അവൾ വന്ദിക്കപ്പെട്ടു. ആ വിമാനേശ്വരിയായ ദേവി മണികണ്ഠ ദേവനോട് ഇങ്ങനെ അറിയിച്ചു: ദേവ, അങ്ങയുടെ കൃപാതിരേകത്താൽ ഞാൻ ശാപമുക്തിയായി. എന്നാൽ ഞാൻ അവിടുത്തെ ശക്തിയാകയാൽ എന്നെ അപ്രകാരം വിചാരിച്ച് സ്വീകരിച്ച് അനുഗ്രഹിപ്പാറാകണം. അതിനുത്തരമായി മണികണ്ഠദേവൻ അരുളി: ശരി, എന്റെ ശക്തി തന്നെ, സമ്മതിച്ചു. പക്ഷേ എനിക്ക് ഈ ജന്മത്തിൽ ബ്രഹ്മചര്യ വ്രതമാകയാൽ ശക്തിയോട് ഒരുമിച്ചിരിക്കാവതല്ല. അതിനാൽ ഭവതി എന്റെ സഹോദരി സ്ഥാനം കൈക്കൊണ്ട് മഞ്ചമാതാവ് എന്നുള്ള അഭിധാനത്തിൽ എന്റെ വാമഭാഗത്ത് അല്പം അകതിരുന്നു കൊള്ളുക. ദേവന്മാരാലും എന്റെ സകല ഭക്തന്മാരാലും ദേവി ആരാധിക്കപ്പെടും. ഇങ്ങനെ അരുളി ചെയ്ത് ഭഗവാൻ വിരമിച്ചു. അഞ്ചമാതാവ്, അതായത് മാളികപ്പുറത്തമ്മ എന്ന നാമധാരിയായ ആ ദേവി അന്നപൂർണേശ്വരി അവിടെ അന്തർധാനം ചെയ്തു. ശ്രീ ഭൂതനാഥോപാഖ്യാനം പേജ് 41-44 ഈ കഥ പറയുന്നത്. അയ്യപ്പൻ പാട്ടുകളിൽ വിവരിക്കുന്ന മാളികപ്പുറത്തമ്മ ഈ എരുമയല്ല, ഇതൊരു മനുഷ്യ സ്ത്രീയാണ്. മാളികപ്പുറത്തമ്മ എന്ന പദത്തെ സംസ്കൃതീകരിച്ചാണ് ഇവിടെ മഞ്ചമാതാവ് ആക്കിയത്. ഉയർന്ന തട്ടിനും മാളികത്തട്ടിനും മഞ്ചമെന്ന് പറയും. അമ്മ എന്ന പദത്തിന്റെ സംസ്കൃത പദമാണ് മാതാവ്. അങ്ങനെ മാളികപ്പുറത്തമ്മയെ ഭൂതനാഥോപാഖ്യാന കർത്താവ് മഞ്ചമാതാവാക്കി. പക്ഷെ അയ്യപ്പൻ പാട്ടുകളിലും മറ്റും വിവരിക്കുന്ന ചീരപ്പൻചിറ മൂപ്പൻ എന്ന ഈഴവന്റെ മകളെ മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കുന്നത് ആ പുസ്തകത്തിന്റെ കർത്താവിന് ഇഷ്ടമായില്ല. അതിനു പകരമായാണ് മഹിഷാസുരത്തെ മാളികപ്പുറത്തമ്മയാക്കിയത്. ശബരിമല ക്ഷേത്രത്തെ ബ്രാഹ്മണരുടെ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണിത്. ഭൂതനാഥോപാഖ്യാന കർത്താവിനുള്ള ബ്രാഹ്മണ പക്ഷപാതിത്വം മറ്റു ചില ഭാഗങ്ങളിലും തെളിഞ്ഞു കാണാം. ഒരു ഭാഗം ഉദ്ധരിക്കാം: രാജശ്രേഷ്ഠനായുള്ളോനെ, പണ്ട് വർണ്ണം ഒന്നു മാത്രമായിരുന്നു. കർമ്മഭേദത്താൽ അത് നാലായി പിരിഞ്ഞു. അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെ 4 ജാതി. ഇവരിൽ ബ്രാഹ്മണൻ എന്റെ മുഖമാകുന്നു, ക്ഷത്രിയൻ എന്റെ കൈകളാകുന്നു, വൈശ്യൻ തുടകളാകുന്നു, ശൂദ്രൻ പാദങ്ങളാകുന്നു. ഈ 4 വർണ്ണങ്ങളിലും പെടാത്തതാകുന്നു ചണ്ടാളൻ. അവൻ എന്റെ പൃഷ്ഠഭാഗമാണ്. പേജ് 67-68. ശബരിമല ശാസ്താവ് പന്തളത്ത് രാജാവിനോട് പറയുന്നതായി ശ്രീ ഭൂതനാഥോപാഖ്യാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് മേൽക്കൊടുത്ത വാക്യങ്ങൾ. ബ്രാഹ്മണ മേധാവിത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഏതോ ബ്രാഹ്മണൻ എഴുതിയതാണ് ഇത് എന്ന് വ്യക്തമാണല്ലോ. ബ്രാഹ്മണന് ദാനം കൊടുക്കുക, ബ്രാഹ്മണനെ പൂജിക്കുക തുടങ്ങിയ പലതും ഇതിൽ തുടർന്നും കാണാം. ശാസ്താവ് ഹരിഹരപുത്രനാണെന്നുള്ള സങ്കല്പത്തെയും ശ്രീ ഭൂതനാഥോപാഖ്യാനത്തിൽ ചില സ്ഥലങ്ങളിൽ എതിർക്കുന്നതായി കാണാം. ഒരു ഭാഗത്ത് ഇങ്ങനെ കാണുന്നു: കോട്ട്: അനന്തരം ശിവൻ അരുളി ചെയ്തു: പ്രിയപുത്ര, നിന്നാൽ ദേവകാര്യം വിധി പോലെ സാധിച്ചു. നീ ശ്രീരാമനായി അവതരിച്ച കാലത്ത് ശബരി എന്ന താപസ സ്ത്രീ നിന്നെ സൽഗുണചിത്തനായി ചിന്തിച്ച് ദേഹത്യാഗം ചെയ്തു. അവൾക്ക് സായുജ്യം വന്നിട്ടില്ല. അവൾ വീണ്ടും ജനിച്ച് ആ നാമധേയത്തിൽ യോഗിനിയായി പമ്പയുടെ പൂർവ്വഭാഗത്തുള്ള
നീലപർവ്വതത്തിന്റെ സാനുപ്രദേശത്ത് നിന്നെ നിർഗുണനായി വിചാരിച്ച് ധ്യാനിച്ചുകൊണ്ട് നിന്റെ ആഗമനത്തെ പ്രതീക്ഷിച്ച് മുമുക്ഷുവായി വർത്തിക്കുന്നു. പേജ് 43-44 ഇതുള്ളത്. ശബരിമല ശാസ്താവാണ് പണ്ട് ശ്രീരാമനായി അവതരിച്ചതെന്നാണ് ഇവിടെ ശിവൻ പറയുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിങ്ങനെ ത്രിമൂർത്തികളിൽ പ്രധാനിയായി വിഷ്ണുവാണ് ശ്രീരാമനായി അവതരിച്ചതെന്നാണ് രാമായണത്തിൽ കാണുന്നത്. ഇവിടെ ശാസ്താവാണ് ശ്രീരാമനായി ജനിച്ചതെന്ന് പറയുന്നു. ശാസ്താവ് വിഷ്ണുവിന്റെയും ശിവനിന്റെയും പുത്രനാണെന്നാണ് മറ്റു കഥകൾ. ഇതൊക്കെ തമ്മിൽ എങ്ങനെ ചേരും? താരക ബ്രഹ്മം. അടുത്ത കാലത്തെ ചില പാട്ടുകളിലും ശബരിമല ഭക്തന്മാരുടെ ശരണം വിളികളിലും പൊന്നമ്പലമേടു വാഴും താരകബ്രഹ്മം എന്ന് ശബരിമല പ്രതിഷ്ഠാമൂർത്തിയെ വിശേഷിപ്പിച്ച് കാണുന്നു. ചില ഭക്തന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് താരകബ്രഹ്മം തന്നെയാണ് ശബരിമലയിലും പൊന്നമ്പലമേട്ടിലും വസിക്കുന്നതെന്നാണ്. എന്താണ് ഈ താരകബ്രഹ്മം? ഞാൻ ഒരു ഭക്തനോട് ചോദിച്ചു. അത് ബ്രഹ്മാവ് തന്നെയാണ്. അയാൾ മറുപടി പറഞ്ഞു. ബ്രഹ്മാവാണെങ്കിൽ താരകബ്രഹ്മം എന്ന് പറയുന്നത് എന്തിന്? നക്ഷത്ര രൂപത്തിൽ ശബരിമലയിലും എരുമേലിയിലും ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾ താരകബ്രഹ്മം എന്ന് പറയുന്നത്. അയാൾ വിശദീകരിച്ചു. അപ്പോൾ ശബരിമലയിലെ പ്രതിഷ്ഠ താരകബ്രഹ്മത്തിൻ്റെതാണോ? ഞാൻ ചോദിച്ചു. അതെ. ചിലർ പറയുന്നത് വിഷ്ണുവിന്റെയും ശിവന്റെയും പുത്രനാണെന്നാണല്ലോ. ഞാൻ ചോദിച്ചു. താരകബ്രഹ്മം എന്ന് പറയുന്നതും അതും ഒന്ന് തന്നെയാണോ? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന് 3 ത്രിമൂർത്തികളാണല്ലോ ഉള്ളത്. അതിൽ വിഷ്ണു ശിവനും കൂടി ബന്ധപ്പെട്ട് ഉണ്ടായ കുട്ടിയാണോ ബ്രഹ്മാവ്? ഇത് അത്ഭുതമായിരിക്കുന്നില്ലേ? അയാൾ പറഞ്ഞു, അതിനെന്താണ് അത്ഭുതം? ക്രിസ്ത്യാനികളുടെ തൃത്വം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവയാണ്. അതിലൊരാളായ പരിശുദ്ധാത്മാവ് വന്ന് മറിയുമായി ബന്ധം പുലർത്തിയപ്പോൾ പുത്രനായ ദൈവം ജനിച്ചില്ലേ? അതുപോലെയാണ് ഇതും. ആ കഥ ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. ദൈവം ഓരോ വിധത്തിൽ ഓരോ സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്നു, അയാൾ പറഞ്ഞു. പലസ്തീനിൽ ക്രിസ്തുവായി ജനിച്ച ആൾ തന്നെയാണ് ഇവിടെ ശബരിമല അയ്യപ്പനായി ജനിച്ചതും. എല്ലാ ദൈവസങ്കല്പങ്ങളിലും ആദരവും വിശ്വാസവും പ്രകടിപ്പിക്കുന്ന ഒരു ഹിന്ദുവാണ് അയാൾ. മുഹമ്മദ് നബി പോലും ദൈവ അവതാരമാണെന്ന് കരുതുന്ന ഒരു വിശാല ഭക്തൻ. ഞാൻ വേറൊരു ശബരിമല ഭക്തനെ സമീപിച്ച് താരകബ്രഹ്മം എന്താണെന്ന് തിരക്കി. അയാളുടെ ഉത്തരം വേറൊന്നായിരുന്നു. സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് ശബരിമലയിലുള്ളത്. ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും ഈ തരത്തിലുള്ള പ്രതിഷ്ഠയില്ല. പരബ്രഹ്മം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രഹ്മാവ് തന്നെയാണോ? ഞാൻ ചോദിച്ചു. അതെ, അയാൾ പറഞ്ഞു. സർവ്വ സൃഷ്ടിയും നടത്തിയത് ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവാണ് ശബരിമലയിൽ കുടികൊള്ളുന്നത്. ഞാൻ ചോദിച്ചു, ഹരിഹരപുത്രനായ ശാസ്താവാണ് ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തി എന്ന് പറയാറുള്ളത്, അപ്പോൾ തെറ്റാണോ? ഓ, അതൊക്കെ കഥയാണ്, അയാൾ പറഞ്ഞു. സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി അത്തരം കഥകൾ ഉണ്ടാക്കിയതാണ്. താരകബ്രഹ്മത്തെപ്പറ്റി ഭക്തന്മാർക്കുള്ള സങ്കല്പം എന്താണെന്നറിയാൻ ഞാൻ മറ്റു പല ശബരിമല ഭക്തന്മാരുമായി സംസാരിച്ചു നോക്കി. ചിലർക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല. അറിയാമെന്ന് ഭാവിച്ചവർ തന്നെ അത് ബ്രഹ്മാവ് ആണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തിയെ താരകബ്രഹ്മമാക്കാനുള്ള ശ്രമം നടത്തിയതും ശ്രീ ഭൂതനാഥോപാഖ്യാനത്തിന്റെ കർത്താവാണ്. അതിവിടെ ഉദ്ധരിക്കാം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും മറ്റ് സകല ദേവന്മാരും കൂടി ഒന്നായി അവതരിപ്പിച്ച മൂർത്തിയായ താരകബ്രഹ്മം അൺകോട്ട് എന്നാണ് അതിൽ പറയുന്നത്. പേജ് 55. ലോകത്തിൽ സകലരുടെയും സങ്കടം തീർക്കുന്ന ഒരു സിദ്ധൌഷധമാണ് ആ മൂർത്തിയെന്നും അതിൽ വിവരിക്കുന്നുണ്ട്. ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തി ഹിന്ദു സങ്കല്പങ്ങളിലെ ദേവന്മാരുമായി ഒന്നും ഇണങ്ങുന്നതല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അതിനൊരു ഹൈന്ദവ ഛായ നൽകാൻ പലരും ശ്രമിച്ചു. അക്കൂട്ടത്തിലുള്ള ഒരു ശ്രമമാണ് ഈ താരക ബ്രഹ്മ വ്യാഖ്യാനത്തിലും ഉള്ളത്. ബ്രഹ്മമെന്ന് ഉപനിഷത്തുകളിൽ പറയുന്നതും പുരാണങ്ങളിലെ ബ്രഹ്മാവും ഒന്നല്ല. പാൽക്കടലിൽ അനന്തന്റെ പുറത്ത് ശയിക്കുന്ന മഹാവിഷ്ണുവിന്റെ പൊക്കിളിൽ നിന്നും മുളച്ചു വന്ന താമരയിൽ ഉണ്ടായതാണ് ബ്രഹ്മാവെന്നത്രേ ദേവി പുരാണത്തിൽ കാണുന്നത്. എന്നാൽ ബ്രഹ്മം, പരബ്രഹ്മം എന്നൊക്കെ ഉപനിഷത്തുകളിൽ വ്യവഹരിക്കുന്നത് പരമാത്മാവിനെയാണ്. ശ്വേതശ്വതരോപനിഷത്തിൽ പരമാത്മാവിനെ, അതായത് പരബ്രഹ്മത്തെ പറ്റിയുള്ള ഹൈന്ദവ സങ്കല്പം വ്യക്തമായി കാണാം. ഏകനായ ആ പരമാത്മാവ് സർവപ്രാണികളിലും നിഗൂഢം വസിക്കുന്നവനും സർവഭൂതാന്തരാത്മാവും കർമാധ്യക്ഷനും എല്ലാവരുടെയും കർമ്മങ്ങൾക്ക് അധിഷ്ഠിതവും സർവഭൂതാദിവാസനും സർവത്തിനും സാക്ഷിയും ചൈതന്യരൂപനും സർവഥാ വിശുദ്ധനും നിർഗുണ സ്വരൂപനുമാകുന്നു എന്നാണ് അതിൽ പറയുന്നത്. ശ്വേതാശ്വതരോപനിഷത്ത് 6:121 അർത്ഥമാണത്. താരകബ്രഹ്മം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നതും പരബ്രഹ്മത്തെയാണെന്ന് നിഘണ്ടുകാരന്മാരെല്ലാം തന്നെ വ്യക്തമാക്കുന്നു. നിർഗുണ നിർവികാര ബ്രഹ്മമാണ് ശബരിമലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത് താത്വികമായി തന്നെ തെറ്റാണ്. മൂർത്തി പൂജയും പരമാത്മസങ്കല്പവും തമ്മിൽ ചേരുകയില്ല. ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തിയെ ഹൈന്ദവവൽക്കരിക്കാൻ നടത്തിയ ശ്രമങ്ങളിൽ ഒന്നാണ് ഇത്. ശാസ്താവ്. ശബരിമലയിലെ പ്രതിഷ്ഠ ശാസ്താവിൻ്റെതാണെന്നാണ് മറ്റൊരു പ്രബല ഐതിഹ്യം. പക്ഷെ ആരാണ് ശാസ്താവ് എന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരമാണ് നൽകുന്നത്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ തുടങ്ങിയ ഹിന്ദുമത ഗ്രന്ഥങ്ങളിലൊന്നും ശാസ്താവ് എന്നൊരു ദൈവത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല.
ശിവനും വിഷ്ണുവും തമ്മിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന സ്വവർഗബന്ധത്തിൽ ശിവന്റെ രേതസ് താഴെ വീണു പോയെന്ന് മാത്രമേ ഭാഗവതത്തിൽ ഉള്ളുവെന്ന് മുമ്പ് കണ്ടു. അപ്പോൾ ശാസ്താവ് ആരാണ്? കേരളോൽപ്പത്തി എന്ന പേരിൽ 17-ാം ശതകത്തിലോ 18-ാം ശതകത്തിലോ എഴുതപ്പെട്ട ചില ഗ്രന്ഥങ്ങളുണ്ട്. പരശുരാമൻ കേരളം സൃഷ്ടിച്ച് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നുള്ള കഥ ആ ഗ്രന്ഥത്തിലാണ് ഉള്ളത്. ബ്രാഹ്മണ മേധാവിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണർ നിർമ്മിച്ച് പ്രചരിപ്പിച്ച കേരളോൽപ്പത്തി ഗ്രന്ഥങ്ങൾ ചരിത്രവും കെട്ടുകഥകളും ഒക്കെ കൂടിക്കലർന്നതാണ്. അതിൽ 18 മലയിടുക്കുകളിലായി 18 ശാസ്താക്കന്മാരെയും അഴിമുഖങ്ങളിൽ ഭദ്രകാളിമാരെയും പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്നുള്ളതിന് ഒരു തെളിവും ഇല്ല. എന്ന് മാത്രമല്ല, കേരളത്തിലെ ബ്രാഹ്മണർക്ക് ശാസ്താവ് പ്രധാന ദൈവവുമല്ല. സ്വാമി മംഗളാനന്ദന്റെ പത്രാധിപത്യത്തിൽ വർക്കലയിലെ നാരായണ ഗുരുകുലത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഗുരുകുലം മാസികയുടെ 1954 ഓഗസ്റ്റ് ലക്കത്തിൽ അയ്യപ്പൻ എന്ന പേരിൽ ചേർത്തിരുന്ന ഒരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, കോട്ട്: ശാസ്താവ് യാഥാസ്ഥിതികന്മാരായ ബ്രാഹ്മണരുടെ ദൈവമല്ല. ഒരിടത്തും യാഥാസ്ഥിതികരായ ബ്രാഹ്മണർ ശാസ്താവിനെ ആരാധിക്കാറില്ല. തമിഴ്നാട്ടിലെ ശാസ്താ ക്ഷേത്രത്തിലെ പൂജാരികൾ കുശവർഗത്തിൽപ്പെട്ടവരാണ്. മലയാളക്കരയിലുള്ളവയിൽ ഇപ്പോൾ ബ്രാഹ്മണർ പ്രവേശിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ശാസ്താ ക്ഷേത്രങ്ങളിൽ മൃഗബലി നടക്കുന്നത് കൊണ്ടാണ് അവിടെ ബ്രാഹ്മണർ പൂജയ്ക്ക് വരാത്തതെന്ന് പറയാറുണ്ട്. എന്നാൽ ചരിത്ര ഗവേഷകന്മാരുടെ അഭിപ്രായ പ്രകാരം മൃഗബലി ആ ക്ഷേത്രങ്ങളിൽ ഒടുക്കം വന്നു ചേർന്ന ആചാരമാണ്. ജന്തുബലി നിന്ദ്യമല്ലാതിരുന്ന വൈദിക ഹിന്ദുക്കളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പാഷണ്ഡന്മാരും അഹിംസാ നിരതരുമായിരുന്ന ജനങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ജന്തുബലി ഏർപ്പെടുത്തിയതാണെന്ന് ചിലർ നിഗമനം ചെയ്യുന്നുണ്ട്. അൺകോട്ട്. പരേതനായ എൽ.എ. രവിവർമ്മ അയ്യപ്പൻ മാസികയിൽ എഴുതിയിരുന്ന ഒരു ലേഖനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ കൂടി ഇവിടെ ഉദ്ധരിക്കാം. കോട്ട്: ശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മകലാപമാണ് ശാസ്താപ്രീതി. ഇത് കേരളത്തിൽ കുടിയേറിപ്പാർത്തു വന്ന തമിഴ് ബ്രാഹ്മണരാണ് നിർവഹിക്കാറുള്ളത്. കേരള ബ്രാഹ്മണർ ഇതിൽ പങ്കുകൊള്ളാറില്ല. പ്രായേണ കേരളത്തിലുള്ള എല്ലാ പരദേശ ബ്രാഹ്മണ സമൂഹങ്ങളിലും ആണ്ടിലൊരിക്കലെങ്കിലും ശാസ്താപ്രീതി കഴിക്കാറുണ്ട്. അയ്യപ്പൻ, ഭദ്രകാളി മുതലായ ദേവതകളെ ഉദ്ദേശിച്ചുള്ള കളമെഴുത്ത്, പാട്ട് എന്നീ വക ചടങ്ങുകൾ അബ്രാഹ്മണർ തന്നെയാണ് നിർവഹിക്കുന്നത്. ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗാനാദികൾ ദ്രാവിഡ വൃത്തങ്ങളിലും ഭാഷയിലും ആണ് താനും. കേരളത്തിലെ നാടുവാഴികൾക്കെല്ലാം പരദേവത ഭദ്രകാളിയോ ശാസ്താവോ തന്നെ. കാളീപൂജയും ഭദ്രകാളി പാട്ടും യാത്രകളിലും കേരളത്തിൽ മാത്രമല്ല ബംഗാളത്തിലും കേരളത്തിലുള്ളതുപോലെ തന്നെ പ്രചാരത്തിലുണ്ട്. എന്നാൽ ശാസ്ത്രപൂജയില്ല. ശാസ്താപ്രീതി മുതലായ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് തമിഴ് ബ്രാഹ്മണരാണെങ്കിലും കേരളത്തിൽ കുടിയേറിയവരും കേരളത്തോട് തൊട്ടുകിടന്ന ദേശക്കാരും മാത്രമേ പതിവുള്ളൂ. തഞ്ചാവൂർ മുതലായ സാക്ഷാൽ തമിഴ്നാട്, ആന്ധ്ര, കർണാടകം എന്നീ ദ്രാവിഡ ദേശക്കാരുടെ ഇടയിലാവട്ടെ ബംഗാൾ ദേശത്താവട്ടെ ശാസ്ത്രപൂജ നടപ്പില്ല, ഉണ്ടായിരുന്നതായിട്ട് അറിയുന്നുമില്ല. ഇതിൽ നിന്നെല്ലാം ശാസ്ത്രപൂജാ വിധാനം കേരളത്തിന്റെ തനി സ്വത്തായി വേണം കരുതുവാൻ. കേരളത്തിൽ ഒരു കാലത്ത് അതിപ്രചാരത്തിലിരുന്ന ശ്രമണ മതത്തിൽ നിന്നും ആ മതം ലുപ്തപ്രചാരമായപ്പോൾ ബുദ്ധനെ, അതായത് ശാസ്താവിനെ, മുനീന്ദ്ര ശീഖ്ര ശാസ്ത്ര ശാക്യമുനി ഹിന്ദു ദേവതാ ബുദ്ധിയ സ്വീകരിച്ചതാണ് അയ്യപ്പൻ എന്നൊരു അഭിപ്രായമുണ്ട്. ശാസ്ത്ര ശബ്ദം തന്നെ ഇതിനുപോദ്ബലകമാണ്. തുല്യ പ്രചാരത്തിലിരുന്ന അയ്യപ്പ ശബ്ദവും അത്രേ. ബുദ്ധന് ആര്യ എന്ന പര്യായം, ചിലപ്പോൾ ആര്യക എന്നും ബൗദ്ധ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി കാണാം. ആര്യ എന്ന ശബ്ദം പാലിയിൽ ബൗദ്ധ മതത്തിലെ പ്രധാന ഗ്രന്ഥഭാഷയും ഇത് തന്നെ അയ്യോ എന്നായിത്തീരും. ബൗദ്ധരുടെ മതപ്രചരണത്തിന് പാലി വഴിക്ക് വളരെ വളരെ ഔത്തരാഹ ശബ്ദങ്ങൾ ദക്ഷിണ ഭാരതത്തിൽ വിശിഷ്യ കേരളത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അയ്യോ എന്ന വാക്ക് ദ്രാവിഡത്തിൽ വന്നപ്പോൾ മുംവാജിയായ അൻ പ്രത്യേകവും ചേർന്ന് അയ്യനും അയ്യ പ്ലസ് അപ്പൻ അയ്യോപ്പനും ആയിത്തീർന്നു. ആര്യ ശബ്ദം തന്നെ പ്രാകൃതങ്ങളിൽ ആജ്ജ എന്നാകുന്നു. അജ്ജ ദ്രാവിഡ ഭാഷയിൽ അച്ഛ എന്നും അയ്യ എന്നും രൂപാന്തരപ്പെടുന്നു. അച്ഛൻ കോവിൽ, പുത്തച്ഛൻ മുതലായ വാക്കുകളിലെ അച്ഛൻ ആര്യ ശബ്ദത്തിലെ പ്രാകൃത രൂപത്തിൽ നിന്നും ദ്രാവിഡ രൂപം കൈക്കൊണ്ടതാണ്. രണ്ടെണ്ണത്തിന്റെയും മൂലം ഒന്നാണെങ്കിലും അതുവഴിക്ക് പ്രവേശിക്കുകയാൽ രണ്ടർത്ഥവാദികളായി. പാലിമാർഗം വന്നത് അതിന്റെ മൂലഗുണമനുസരിച്ച് പേരായി, പ്രാകൃത മാർഗം വന്നത് അതിന്റെ മൂലം അനുസരിച്ച് പൂജകവചനവുമായി. ധർമ്മശാസ്ത്ര എന്ന വാക്കിലെ ധർമ്മപദം, ശരണം വിളി എന്നിവയും ബൗദ്ധജന്മവാദത്തിന് സഹായമായിരിക്കുന്നു. ധർമ്മശിവനെന്നോ ധർമ്മവിഷ്ണു എന്നോ ഒന്നും ആരും പറയാറില്ല. ധർമ്മശബ്ദം സൗഗതരുടെ പ്രമുഖ പദമാണ്. അതുപോലെ തന്നെ ശരണം വിളിയും. സംഘം ശരണം, ബുദ്ധം ശരണം, ധർമ്മം ശരണം എന്ന പ്രസിദ്ധ ബൗദ്ധവചനം നോക്കുക. ഇതുപോലെ ശിവം ശരണം, വിഷ്ണു ശരണം എന്നിത്യാദി വിളികൾ ഇല്ല. ശാസ്ത്രപൂജകളിൽ ഉപയോഗിക്കുന്ന രേവാന്താദി പദങ്ങളും രേവാന്തായ നമ ഇത്യാദി ബൗദ്ധ ദേവതാ നാമങ്ങളാണ്. വിഷ്ണു മായയിൽ, ശിവന് ജനിച്ചത് ശാസ്താവ്, ബുദ്ധനും മായാദേവി സുതൻ, ഇങ്ങനെ പല പ്രകാരത്തിലും ബൗദ്ധ ജന്മവാദത്തിന് ബലമുള്ളതായി കാണുന്നു. ഇത് അയ്യപ്പൻ മാസികയുടെ വാല്യം 1 ലക്കം 1 ലേഖനത്തിൽ നിന്നാണ്. ഹിന്ദുമത ഗ്രന്ഥങ്ങളിലൊന്നും ഇല്ലാത്ത ശാസ്താവ് എന്ന ദൈവം തെക്കേ ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള കാരണം ഇതിൽ നിന്ന് ഏതാണ്ട് വ്യക്തമാകുന്നുണ്ടല്ലോ.
ഹിന്ദുമതം കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് അവിടെ പ്രചരിച്ചത് ബൗദ്ധ ജൈന മതങ്ങളാണ്. കേരളത്തിലെ ആദിമ നിവാസികളായിരുന്ന നിഗ്രിറ്റോകൾക്കോ പ്രോട്ടോ ആസ്ട്രോയിഡുകൾക്കോ പ്രത്യേക മതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മലകളെയും വൃക്ഷങ്ങളെയും പിതൃക്കളെയും അവർ ആരാധിച്ചിരുന്നിരിക്കാം. അവരെ പിന്തുടർന്നു വന്ന ദ്രാവിഡർ ഭഗവതിയെയും ശിവനെയും മറ്റും പൂജിച്ചിരുന്നു. പക്ഷേ അവർക്കും സംഘടിതമായ ഒരു മതം ഉണ്ടായിരുന്നില്ല. ഹിന്ദുമതം എന്നറിയപ്പെടുന്ന ബ്രാഹ്മണ മതം കേരളത്തിൽ എത്തുന്നത് ബ്രാഹ്മണരുടെ കുടിയേറ്റത്തോടെയാണ്. അതിന് വളരെ മുമ്പ് തന്നെ ബുദ്ധമതവും ജൈനമതവും കേരളത്തിൽ എത്തിയിരുന്നു. ആ രണ്ട് മതങ്ങളും അവയുടെ പ്രാരംഭകാലത്ത് തന്നെ കേരളത്തിലും പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു അത്രേ. BC 527 ചരമമടഞ്ഞ വർദ്ധമാന മഹാവീരനും 480 ചരമമടഞ്ഞ ബുദ്ധമത സ്ഥാപകനായ ഗൗതമബുദ്ധനും തങ്ങളുടെ പര്യടനങ്ങൾക്കിടയിൽ കേരളത്തിലും വന്നിരുന്നതായി ഐതിഹ്യമുണ്ട്. പക്ഷെ ഇത് തെളിയിക്കത്തക്ക രേഖകൾ ഒന്നുമില്ല. ആ മതങ്ങൾ ഇവിടെ പ്രചരിക്കുവാനുണ്ടായ കാരണങ്ങളെപ്പറ്റി നിലവിലിരിക്കുന്ന ചില ഐതിഹ്യങ്ങൾ പോലും ആ വിശ്വാസത്തോട് യോജിക്കുന്നില്ല. ജൈനമതം ദക്ഷിണേന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങിയത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലമായ BC 322 248 മധ്യയാണ്. അക്കാലത്ത് വടക്കേ ഇന്ത്യയിൽ ഉണ്ടായ ഭയങ്കരമായ ഒരു ക്ഷാമത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ദക്ഷിണ ഭാരതത്തിൽ കുടിയേറിപ്പാർത്ത ഒരു വിഭാഗം ജൈനന്മാർ തങ്ങളുടെ മതം തെക്കേ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു എന്നാണ് ജൈനപുരാണം. ഭദ്രബാഹു എന്നയാളിന്റെ നേതൃത്വത്തിൽ കുടിപുറപ്പെട്ട ഈ സംഘം മൈസൂറിലെ ശ്രവണബൽഗോലത്തിലാണ് താമസമുറപ്പിച്ചിരുന്നത്. ഇവരുടെ വംശജന്മാരാണത്ര തെക്കേ ഇന്ത്യയിലെ ജൈനന്മാരെല്ലാം. ബുദ്ധമതക്കാരുടെ കഥ മറ്റൊന്നാണ്. കേരള മഹാത്മ്യത്തിൽ അതിങ്ങനെ വിവരിക്കുന്നു. സുഭകനായ ഒരു മഹർഷിയെ കണ്ട് അപത്യാദാനത്തിന് അപേക്ഷിക്കുകയും മഹർഷി ആ കാര്യം നിർവഹിക്കുകയും ചെയ്തു. മാലി സുമുഖനായ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അതേ സന്ദർഭത്തിൽ സുന്ദരനായ ഒരു ബാലൻ കോലത്രി രാജവംശത്തിലും ജനിച്ചു. മാലിയുടെ സാമർഥ്യം മൂലം കുട്ടികളെ പരസ്പരം സ്ഥലം മാറ്റുകയാൽ രാജകുമാരൻ മാലിയുടെ ഗൃഹത്തിലും മാലിയുടെ മകൻ കൊട്ടാരത്തിലും വളർന്നു. യഥാകാലം ആ കുമാരൻ രാജാവായി വാഴിക്കപ്പെട്ടു. നസംഗൻ എന്ന ആ രാജാവ് ബുദ്ധമതം സ്വീകരിക്കുകയും ഉത്തര കേരളത്തിൽ ബുദ്ധമത പ്രചാരം ആരംഭിക്കുകയും ചെയ്തു. അൺകോട്ട്. ഈ കഥയിലെ നസംഗ രാജാവിനെ പറ്റിയോ അദ്ദേഹം എന്നു ജീവിച്ചിരുന്നു എന്നുള്ളതിനെ പറ്റിയോ നമുക്ക് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അതൊരു കെട്ടുകഥ മാത്രമാണെന്നും വരാം. കേരളത്തിലെ ബുദ്ധമത പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശ്വസിക്കാവുന്ന ആദ്യത്തെ രേഖ അശോകന്റെ ചില ശിലാശാസനങ്ങളാണ്. ഷാഹബാദഗഡ്, ഗർണാർ, ഖാൽസി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള 3 ശാസനങ്ങളിലാണ് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ളത്. ഈ 3 ശാസനങ്ങളിലും ഒന്നിന്റെ വിവിധ കാലഘട്ടങ്ങളിലെ 3 പകർപ്പുകൾ മാത്രമാണ്. ചില വാക്കുകൾക്ക് അല്പസ്വല്പ വ്യത്യാസങ്ങൾ ഓരോന്നിലും കാണാനുള്ളത് പകർപ്പിൽ വന്നുപോയ സ്ഖലിതങ്ങളാണെന്നാണ് പാലി ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്. ഇതേ ശാസനത്തിന്റെ തന്നെ വേറെ 2 പ്രതികൾ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിലും അവയിൽ കേരളത്തെ പരാമർശിക്കുന്ന ഭാഗം കേടുവന്ന് പോയി കഴിഞ്ഞിരുന്നു. ലഭിച്ചിട്ടുള്ള വ്യക്തമായ 3 പകർപ്പുകളിൽ ഷാഹബാദഗഡിലേതാണ് ഏറ്റവും പഴക്കം കൂടിയതെന്ന് നിർണയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അശോകൻ സ്ഥാപിച്ചത് അതായിരിക്കണമെന്നും BC 266 മരിക്കുന്ന കാലമായ 232 മധ്യേ എന്നെങ്കിലുമാണ് ഈ ശാസനകാലമെന്നും നിശ്ചയിക്കാമല്ലോ. ശാസനം ഇപ്രകാരമാണ്. ദേവനാംപ്രിയൻ പ്രിയദർശി രാജാവ് ജയിച്ച എല്ലായിടത്തും ചോളർ, പാണ്ഡ്യർ, സത്യപുത്രൻ, കേരളപുത്രൻ, താമ്രവർണി, അന്ത്യോക്ക് എന്ന യവന രാജാവ്, ആ അന്ത്യോക്കിന്റെ സാമന്തരായ മറ്റ് സാമന്ത രാജാക്കന്മാർ മുതലായവരുടെ കീഴിലുള്ള അതിർത്തി പ്രദേശങ്ങളിലും എല്ലായിടത്തും ദേവനാംപ്രിയർ പ്രിയദർശി രാജാവ് 2 ചികിത്സകൾ ഏർപ്പെടുത്തി. മനുഷ്യ ചികിത്സയും മൃഗചികിത്സയും. മനുഷ്യർക്ക് ഉപകരിക്കുന്നവയും മൃഗങ്ങൾക്ക് ഉപകരിക്കുന്നവയുമായ ഔഷധികൾ ഇല്ലയോ അവിടെവിടെയെല്ലാം കൊണ്ടുവരികയും നട്ടുവളർത്തുകയും ചെയ്തു. വഴികളിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഉപയോഗത്തിന് വൃക്ഷങ്ങൾ നട്ടുവളർത്തി. കിണറുകൾ കുഴിപ്പിക്കുകയും ചെയ്തു. അൺകോട്ട്. ഈ ശിലാശാസന കാലമെന്ന് കരുതപ്പെടുന്ന BC 256 മുമ്പ് തന്നെ കേരളത്തിൽ ബുദ്ധമത പ്രചരണം ആരംഭിച്ചിരിക്കാം എന്ന് സാമാന്യഗതിയിൽ നമുക്ക് ഊഹിക്കാം. അവിടെ ചികിത്സാ കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തുവാനും ഔഷധികളിൽ കൃഷി ചെയ്യുവാനും കിണറുകൾ കുഴിപ്പിക്കാനും ഒക്കെ കഴിയണമെങ്കിൽ അപ്പോഴേക്കും ഒരു നല്ല സംഘടന ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. അശോകന്റെ കാലത്തിന് ശേഷം 1.5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും സിലോണിൽ നിന്നും ബുദ്ധമത പ്രചാരകന്മാർ കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. അവിടുത്തെ പ്രസിദ്ധമായ അഭയഗിരി വിഹാരത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ ചെട്ടിയ വിഹാരം, ധൂപരാമ ബോധി ദേവാലയം, നിസ്സ സരസ്, മഹാവിഹാരം തുടങ്ങി അനേകം വിദ്യാശാലകൾ സ്ഥാപിതമായിരുന്നു എന്ന് മഹാവംശം ഇരുപതാം പുസ്തകത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അവയിൽ ഏതെങ്കിലും അഭ്യസിച്ച ആളായിരിക്കാം ധർമ്മശാസ്ത്രൻ എന്ന ബുദ്ധഭിക്ഷു. അദ്ദേഹം ശിഷ്യന്മാരോടുകൂടി ഇമയവരമ്പൻ നെടും ചേരലാതൻ എന്ന ചേര ചക്രവർത്തിയുടെ കാലത്ത് കൊടുങ്ങല്ലൂർ വന്നു. രാജാവ് അവരെ വേണ്ടതുപോലെ സൽക്കരിച്ചു. ഭിക്ഷുക്കൾ അദ്ദേഹത്തെ ജനന മരണാദി ദുഃഖങ്ങളിൽ നിന്നും നിവൃത്തനാക്കണമെന്ന് കരുതി ജന്മം ദുഃഖമാണെന്നും ജന്മനിവൃത്തിയാണ് സുഖമെന്നും ഉപദേശിച്ചു.
ചിലപ്പതികാരം എന്ന തമിഴ് സംഘം കൃതിയിലെ നായകനായ കോവിലന്റെ 9ാമത്തെ പൂർവ്വതലമുറക്കാരനും അതേ പേരുകാരനുമായ രാജാവും രാജാവിന്റെ ഒരു ധനികനായ സുഹൃത്തും ഈ ധർമ്മോപദേശങ്ങളിൽ ആകൃഷ്ടനായി. അദ്ദേഹം താൻ സമ്പാദിച്ചതും പൂർവികന്മാർ വഴി ലഭിച്ചതും ആയ ധനം മുഴുവൻ 7 ദിവസം കൊണ്ട് ദാനം ചെയ്തതിനു ശേഷം താപസവൃത്തി സ്വീകരിച്ചു. അക്കാലത്ത് ബുദ്ധന്റെ ആരാധനയ്ക്കായി ഒരു ശിലോച്ചയത്തിന്മേൽ മനോഹരമായ ഒരു വിഹാരം, ഒരു ചൈത്യം പണികഴിപ്പിച്ചു. രാജാവിനും രാജ്ഞിക്കും തനിക്കും മാത്രമായി പ്രത്യേകമായി ആരാധന നടത്തുവാൻ വേണ്ടി ചേരന്റെ കൊട്ടാരത്തിന് സമീപം തന്നെയാണ് ഇത് പണിതത്. വളരെ നൂറ്റാണ്ടുകളോളം ഇത് നിലനിന്നിരുന്നു. ഇതിന്റെ തറയിലാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂരിലെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നതെന്ന് കേരളം കാവ്യത്തിലെ ഈ ശ്ലോകത്തിൽ പറയുന്നു. ശ്ലോകം ഇങ്ങനെയാണ്: തക്കത്തിൽ അന്ന് പെരുമാളിതരാ കുളത്തിൽ വക്കത്തു ബൗദ്ധപരിഷയ്ക്കു മഹാവിഹാരം ഒക്കത്തരം പണിതെന്നു മുഹമ്മദീയർ മക്കത്ത് നോക്കും ഒരു പള്ളി നിലയ്ക്ക് കാണുമോ. കൊടുങ്ങല്ലൂരിൽ ഇങ്ങനെ ചേര ചക്രവർത്തിയുടെ ആശിസ്സോടുകൂടി ബുദ്ധവിഹാരം പണിതത് കേരളത്തിലെ ബുദ്ധമതത്തിന്റെ ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. അഭൂതപൂർവമായ പുരോഗതിയാണ് ബുദ്ധമതത്തിന് അവിടെ മുതൽ ഇങ്ങോട്ട് ഉണ്ടായത്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും കൂട്ടം കൂട്ടമായും ഒറ്റയ്ക്കൊറ്റയ്ക്കും ആ മതത്തിൽ ചേർന്നു. അനുകൂലമായ കാലാവസ്ഥയിൽ നല്ല നിലത്ത് വീണ വിത്തായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധമതം. കൃഷിയും കച്ചവടവും മെല്ലെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്നു. എങ്കിലും BCE 4ഉം 5ഉം നൂറ്റാണ്ടുകളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായി ഇങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരുന്ന ബ്രാഹ്മണർ സാധാരണക്കാരന്റെ മേൽ ആധിപത്യം നേടാൻ ചതുരുപായങ്ങളും എടുത്തുകൊണ്ടിരുന്നു. 1-2 ശതാബ്ദക്കാലം കൊണ്ട് മതപരമായി അവർ ആധിപത്യം നേടുകയും ചെയ്തു. അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് വഹിക്കാനാവാത്ത ഒരു ഭാരമായി അവർ മാറി. യജ്ഞം നടത്തി എന്തും സാധിക്കാമെന്നുള്ള ബ്രാഹ്മണരുടെ പ്രചരണം അന്ധവിശ്വാസികളും സാധാരണക്കാരുമായിരുന്ന കൃഷിവലന്മാരെ അപകടത്തിലാക്കി. കന്നുകാലികളെയും ഇതര വളർത്തുമൃഗങ്ങളെയും അറുത്തുകൊണ്ടുള്ള ഹോമവും പൂജയും സാമുദായിക ജീവിതത്തെ അധപ്പതനത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. ഇതിനെതിരായുള്ള ജനകീയ മുന്നേറ്റത്തിന്റെ ഛായ ബുദ്ധമതത്തിന് ലഭിച്ചു. അവർ അത് ശരിക്ക് ഉപയോഗിക്കുകയും ചെയ്തു. വളരാൻ തുടങ്ങിയ ബ്രാഹ്മണാധിപത്യത്തെ കുരുന്നിലെ ഒന്ന് ചവിട്ടിയിരുത്താൻ അവർക്ക് കഴിഞ്ഞു. ജനങ്ങൾ ധാരാളമായി ബുദ്ധമതത്തിൽ ചേർന്നു. സാമൂഹ്യമായ ഈ കാരണത്തിന് പുറമെ ബുദ്ധമത സംഘടനയും അതിന്റെ പ്രധാന വിജയഹേതുക്കളിൽ ഒന്നായി തീർന്നു. മുമ്പ് സന്യാസിമാരും സന്യാസി സംഘടനകളും പലതും ഉണ്ടായിരുന്നു എങ്കിലും അവരെ വ്യക്തമായ ഒരു സംഘടനയിൽ കോർത്തിണക്കി നിയമങ്ങൾ ഉണ്ടാക്കുവാനും നിയന്ത്രിക്കുവാനും ആരും തുനിഞ്ഞിരുന്നില്ല. ബുദ്ധമതത്തിന്റെ ഏറ്റവും പ്രധാന നേട്ടം അത്തരം സംഘടനയായിരുന്നു. ആ സംഘടനയോ ഇന്ത്യയുടെ ദീർഘകാല ചരിത്രത്തിൽ ആദ്യമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുകയും അവരുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ സൂര്യകാന്ത് ബുദ്ധനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. കോട്ട്: ബുദ്ധൻ സ്വന്തം മാതൃഭാഷയിൽ കൂടി ബഹുജനങ്ങളുമായി ബന്ധം പുലർത്തുന്നതിൽ വിശ്വസിച്ചു. സാധാരണ ഗ്രാമീണരെ പോലെ പാലി ഭാഷയിൽ ആയാസമന്യേ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്നത്തെ പ്രസംഗരീതി ഒരുപക്ഷെ ആദ്യമായി ആവിഷ്കരിച്ചതും അദ്ദേഹമായിരിക്കണം. അദ്ദേഹം ബഹുജനങ്ങളുടേതായ ഭാഷയിലെ സാധാരണ പദങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ശ്രമിച്ചിരുന്നു. അങ്ങനെ തന്നിൽ അന്തർലീനമായിരുന്ന ജനാധിപത്യ പ്രവണതകൾ അദ്ദേഹം പ്രകടമാക്കി. അൺകോട്ട്. അതത് സ്ഥലങ്ങളിൽ മതപ്രചരണം നടത്തിയിരുന്ന ബുദ്ധഭിക്ഷുക്കൾ എല്ലാവരും മിക്കവാറും ഇക്കാര്യത്തിൽ ബുദ്ധന്റെ കാലടികൾ പിന്തുടരുകയാണ് ചെയ്തിരുന്നത്. സാമൂഹ്യവും സാമ്പത്തികവുമായ പരിസ്ഥിതികളോട് ഇണങ്ങിച്ചേർന്ന് വളരാൻ തുടങ്ങിയ ബുദ്ധമതം ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപിക്കുകയുണ്ടായെന്ന് അതത് സ്ഥലങ്ങളിൽ നിന്നും ഇന്നും അവശേഷിക്കുന്ന ബുദ്ധവിഗ്രഹങ്ങളിൽ നിന്നും വിഹാരങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. അശോകന്റെ കാലമായ BCE 3ആം ശതകത്തിന് മുമ്പ് മുതൽ കേരളത്തിൽ ആരംഭിച്ച ബുദ്ധമത പ്രചരണം CE 2ആം ശതകത്തിന്റെ ആരംഭകാലത്ത് ജീവിച്ചിരുന്ന കനിഷ്കന്റെ കാലത്തോടുകൂടി കൂടുതൽ ശക്തമായി. കുശാന വംശത്തിലെ ഏറ്റവും പ്രബലനായ ഈ രാജാവ് കാശ്മീരിലെ കുന്തള വനത്തിൽ വെച്ച് 4ാമത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചുകൂട്ടി. ഇവിടുത്തെ ചർച്ചകളാണ് പിൽക്കാലത്ത് ബുദ്ധമതത്തിന്റെ അധികൃത വ്യാഖ്യാനങ്ങളായി തീർന്നത്. അന്നേക്ക് ഒരു താത്വിക മതം എന്ന നിലയിൽ നിന്നും സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ആരാധനയും പൂജയും മറ്റും ഉള്ള ഒരു മതമായി ബുദ്ധമതം രൂപം മാറിക്കഴിഞ്ഞിരുന്നു. ബാഹ്യ മോടികൾ വന്നു ചേർന്നപ്പോൾ സാമാന്യരായ ആളുകളെല്ലാം ആ മതം അംഗീകരിച്ചു. ഈ മാറ്റം കേരളത്തിലും അലയടിക്കാതിരുന്നില്ല. കുന്തള വനത്തിൽ വെച്ച് നടന്ന കോൺഫറൻസിൽ പങ്കെടുത്ത ഭിക്ഷുക്കളിൽ ദക്ഷിണേന്ത്യക്കാരനായ നാഗാർജുനൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പാലക്കാട്ടുകാരനായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. അസാമാന്യ പ്രതിഭാശാലിയായിരുന്ന നാഗാർജുനൻ ഇന്ത്യയുടെ സന്തതികളിൽ ഏറ്റവും മഹാത്മാരായ വ്യക്തികളിൽ ഒരാളായിരുന്നുവെന്ന് ജവഹർലാൽ നെഹ്റു തന്റെ ഇന്ത്യ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. CE 5ആം ശതകത്തിൽ ജീവിച്ചിരുന്ന വരാഹമിഹിരന്റെ ബൃഹജ്ജാതകത്തിലെ
ഒരു ശ്ലോകത്തിൽ ഇദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. നാഗാർജുനനും ശിഷ്യന്മാരും കേരളത്തിൽ വളരെ സംഘടിതമായി തന്നെ മതപ്രചരണം നടത്തിയിരുന്നിരിക്കണം. തുടർന്നുള്ള ഏതാനും ശതാബ്ദങ്ങൾ കൂടി ബുദ്ധമതത്തിന്റെ സുവർണദശയായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ വലിയ വിഹാരങ്ങൾ ഉയർന്നു വന്നത് ഇക്കാലത്താണ്. ചേര രാജാക്കന്മാരുടെ സഹായത്തോടെ അവരുടെ രാജധാനിയായിരുന്ന തിരുവഞ്ചിക്കുളത്തു നിന്നും ഏതാനും നാഴിക വടക്ക് തൃക്കണാമതിലകത്ത് ഒരു ബൗദ്ധ സർവകലാശാല സ്ഥാപിതമായിരുന്നു. ഇത് ദക്ഷിണേന്ത്യയിലെ വലിയ വിദ്യാപീഠങ്ങളിൽ ഒന്നായിരുന്നു. ചേര ചക്രവർത്തിയായ ചെങ്കുട്ടവന്റെ കനിഷ്ഠ സഹോദരനായ ഇളങ്കോ അടികൾ ബുദ്ധമതം സ്വീകരിച്ച് ഇവിടെ താമസിച്ചിരുന്നു. ഇദ്ദേഹത്തിന് മുമ്പും പിമ്പും പല രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ചിലപ്പതികാരം എന്ന തമിഴ് കാവ്യം നിർമ്മിച്ച ഇളങ്കോ അടികളോളം പ്രാധാന്യം അവർക്കാർക്കുമില്ല. അദ്ദേഹം ജൈനമതക്കാരനായിരുന്നു എന്നും തൃക്കണ്ണാമതിലകം ജൈന മതസങ്കേതമായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. അദ്ദേഹം തൃക്കണ്ണാമതിലകത്തെ വിദ്വൽ സദസ്സിന്റെ അധ്യക്ഷനായിരുന്നു. ചോള രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കാവേരി പൂമ്പട്ടണത്തിൽ നിന്നുപോലും വിദ്യാർത്ഥികൾ അവിടെ വന്ന് അഭ്യസനം നേടിയിരുന്നു. തമിഴ് സംഘം കൃതികളിൽ പലയിടത്തും തൃക്കണാമതിലകത്തെപ്പറ്റി പ്രസ്താവമുണ്ട്. തൃക്കണാമതിലകത്ത് ഒരു ബൗദ്ധ സർവകലാശാല നിലനിന്നിരുന്ന കാലത്ത് തന്നെ പുറക്കാടിന് തെക്ക് ശ്രീമൂലവാസം എന്ന പേരിൽ പ്രസിദ്ധമായ മറ്റൊരു ബുദ്ധ സങ്കേതവും നിലവിലുണ്ടായിരുന്നു. 13ാം ശതകത്തിന് ശേഷം ഈ സ്ഥലം കടലിൽ താണുപോവുകയാണ് ഉണ്ടായത്. മൂഷിക വംശം കാവ്യത്തിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. ഇവിടെ ബുദ്ധമതത്തിനുണ്ടായിരുന്ന പ്രാബല്യം പ്രസ്തുത കാവ്യത്തിൽ നിന്നും മനസ്സിലാക്കാം. ആയി വംശ രാജാവായ വിക്രമാദിത്യ വരഗുണന്റെ കാലത്ത് പോലും, അത് 9ാം ശതകത്തിലാണ്, ഈ ബൗദ്ധ സങ്കേതം അത്യുന്നതമായ നില പ്രാപിച്ചിരുന്നു. അദ്ദേഹം ഈ വിഹാരത്തിലേക്ക് അനേക വസ്തുക്കൾ വിട്ടുകൊടുക്കുകയുമുണ്ടായി. മറ്റും കോയിർക്കുരിയലെല്ലാം അകപ്പട തിരുവാലവാദത്ത് പാടാരർക്ക് അട്ടിക്കൊടുത്തത് എന്ന് ശാസനത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഈ വിക്രമാദിത്യൻ ഒരു ഹിന്ദു രാജാവായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എങ്കിലും അദ്ദേഹം ബുദ്ധനെയും ധർമ്മത്തെയും കുറിച്ചുള്ള വർണ്ണനയോടെയാണ് തന്റെ ശാസനം ആരംഭിക്കുന്നത് തന്നെ. പാലിയം ശാസനാകാരനായ വിക്രമാദിത്യ വരഗുണനെ കൂടാതെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉണ്ടായിരുന്ന ഓരോ ചെറിയ രാജ്യങ്ങളിലെയും രാജാക്കന്മാർ ഈ വിഹാരത്തെ തങ്ങളുടെ സഹായങ്ങൾ കൊണ്ട് താലോലിച്ചിരുന്നു. കോലത്തുനാട് വാണിരുന്ന രഘുരാമന്റെ പുത്രൻ വിക്രമരാമനും വല്ലഭൻ എന്ന കോലത്തിരിയും ഈ ക്ഷേത്രത്തിൽ വന്ന് സുഗതനെ വന്ദിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയെത്ര രാജാക്കന്മാരുടെ നിർലോഭമായ സഹായം വേറെയും ആ ബുദ്ധ സങ്കേതത്തിന് ലഭിച്ചിരുന്നിരിക്കാം. പക്ഷേ അവയെപ്പറ്റിയുള്ള തെളിവുകളും ശ്രീമൂലവാസത്തോടൊപ്പം അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. പ്രസിദ്ധമായ ഈ ബൗദ്ധവിഹാരം 13ാം ശതകത്തിന്റെ ആരംഭകാലത്തിൽ പോലും നിലനിന്നിരുന്നു എന്ന് കരുതാൻ ന്യായങ്ങളുണ്ട്. ഒരു വേള 1341 പ്രസിദ്ധമായ വെള്ളപ്പൊക്കത്തോടു കൂടിയാകണം അത് പൂർണ്ണമായും കടലിൽ അമഗ്നമായത്. കൊടുങ്ങല്ലൂർ അഴിയടഞ്ഞ് ചരിത്രപ്രസിദ്ധമായ ആ തുറമുഖം നശിച്ചതും കൊച്ചിയിൽ അഴി തുറന്നതും സമുദ്രത്തിൽ നിന്നും കരവെച്ച് വൈപ്പ് ദ്വീപുണ്ടായതും അന്നാണല്ലോ. മലനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ബൗദ്ധ കേന്ദ്രമായിരുന്നു ശബരിമലയും തൊട്ടടുത്തുള്ള നിലയ്ക്കൽ, അച്ചൻകോവിൽ തുടങ്ങിയ പ്രദേശങ്ങളും എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ചോളന്മാരുടെയും മറ്റും ആക്രമണം കൊണ്ടാണ് ഇവിടം നശിച്ചത്. ഇവിടുത്തെ ശാസ്താ പ്രതിഷ്ഠ യഥാർത്ഥത്തിൽ ബുദ്ധന്റേത് തന്നെയാണ്. മുനീന്ദ്ര ശ്രീഖന ശാസ്താ ശാക്യമുനി എന്നാണ് അമരം. എല്ലാ ശാസ്താ പ്രതിമകളും വാസ്തവത്തിൽ ബുദ്ധപ്രതിഷ്ഠകളാണ്. പണ്ഡിതനായ PK നാരായണപിള്ള പറയുന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. കോട്ട്: ശാസ്താവെന്ന നാമധേയം സാഹിത്യ സംസ്കൃതത്തിൽ ബുദ്ധദേവനെ നിർദ്ദേശിക്കുന്ന ഒരു ശബ്ദമാണ്. അത് മറ്റു യാതൊരു ഹിന്ദുദേവനെയും നിർദ്ദേശിക്കുന്നില്ല. അൺകോട്ട്. തിരുവിളയാടൽ പുരാണത്തിലുള്ള ആനയെയ്ത പടലത്തിൽ ബുദ്ധ ദേവാലയങ്ങൾ നിന്നിരുന്ന ചില മലകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. സഹ്യപർവ്വത നിരയിൽപ്പെട്ട കരിമല, പൊന്നമ്പലമേട്, ത്രികുടാചലം, അച്ചൻകോവിൽ തുടങ്ങിയവയും അതിൽപ്പെടും. ഇവിടങ്ങളിൽ പ്രസിദ്ധങ്ങളായ 6-7 ബൗദ്ധ വിഹാരങ്ങൾ ഉണ്ടായിരുന്നതായി RC ദത്തും പറയുന്നു. കരുമാടി, മരുതൂർ, കുളങ്ങര, പള്ളിക്കൽ, ഭരണിക്കാവ്, കരുനാഗപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ലക്ഷണയുക്തമായ ബൗദ്ധ പ്രതിമകൾ കണ്ടെടുത്തിട്ടുള്ളതിനാൽ ആ പ്രദേശങ്ങളിൽ ബുദ്ധമതം പ്രചാരത്തിലിരുന്നു എന്ന് ഊഹിക്കാമല്ലോ. ഇവയ്ക്ക് പുറമെ കുളത്തൂപ്പുഴ, മാമ്പഴത്തറ, മാവേലിക്കര, കൊരട്ടി, വഞ്ഞിപ്പുഴ, ചാത്തവട്ടം, കുറിച്ചി, കുടമാളൂർ, ചേർത്തല, കാരിക്കോട്, വേളൂർ, കൊടുങ്ങല്ലൂർ, ആര്യൻതുരുത്ത്, പാണ്ഡവം, കിളിരൂർ, ശാസ്താംകോട്ട, കവിയൂർ തുടങ്ങി അനേകം സ്ഥലങ്ങളിൽ ബുദ്ധമതത്തിന്റെ നഷ്ടശിഷ്ടങ്ങൾ കാണാം. അവയെല്ലാം ഒരു കാലത്ത് വലിയ ബുദ്ധമത കേന്ദ്രങ്ങൾ ആയിരുന്നു. ഉത്തരച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പല പ്രതിമകളും ബുദ്ധരച്ചൻ തന്നെയാണ്. തെക്കൻ തിരുവിതാംകൂറിൽ കാണപ്പെടുന്ന ഇരണ്ടലയപ്പൻ പ്രതിമകളും ഒരു കാലത്ത് ബുദ്ധ വിഗ്രഹങ്ങൾ ആയിരുന്നു. ഇന്ത്യൻ ശില്പകലയുടെയും വൈദ്യശാസ്ത്രത്തിന്റെയും പരിഷ്കർത്താക്കൾ എന്ന നിലയിൽ ബുദ്ധമത സന്യാസികൾ നൽകിയ സേവനങ്ങൾ ഒരു കാലത്തും മറക്കാനാവില്ല. ചരിത്രകാരനായ അലി അൽത്തബാഹരി ഇങ്ങനെ പറയുന്നു:
കോട്ട് മലബാർ തീരങ്ങളിൽ ഭവന നിർമ്മാണവും വിദ്വൽ സദസ്സുകളും ബുദ്ധമതം പരിപോഷിപ്പിച്ചു. പ്രവേശന പരീക്ഷകൾ ഗ്രാമവിദ്യാലയങ്ങൾക്ക് തന്നെ നടത്താൻ കഴിഞ്ഞിരുന്നു. അധ്യാപകന്മാരും അധ്യേതാക്കളും സഹകരണ പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് വിദ്യാപീഠങ്ങൾ നടത്തിയിരുന്നത്. പ്രകൃതിയുമായി ഒട്ടിച്ചേർന്ന ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസം ക്രമാനുസൃതമായി വളർത്താൻ കഴിഞ്ഞിരുന്നു. ബൗദ്ധ വിദ്യാഭ്യാസ തത്വങ്ങളാണ് മധ്യപൗരസ്ത്യ ദേശത്തെ കലാശാലകളിൽ അനുകരിച്ചിരുന്നത്. ബുദ്ധമത വിദ്യാലയങ്ങളിലെ പഠനക്രമങ്ങൾ 3 വിഭാഗങ്ങളായി തിരിച്ചു. സ്വന്തം തൊഴിലിന്റെ മഹത്വത്തെ ഉറപ്പിക്കുന്ന പ്രാഥമിക ഘട്ടവും, പരോപകാര തൃഷ്ണ വളർത്തുന്ന 2ാം ഘട്ടവും, ബാഹ്യലോകത്തേക്ക് നിഷ്കാമകർമ്മത്തിനായി ഇറങ്ങുന്ന 3ാം ഘട്ടവും. വിദ്യ അഭ്യസിച്ചവരിൽ ഭൂരിഭാഗവും പ്രചാരകന്മാരായി തീർന്നു. അതുകൊണ്ട് മലബാറിലും മറ്റ് അയൽനാടുകളിലും ബർമ്മയിലും സിലോണിലും ബുദ്ധമതം തഴച്ചു വളർന്നു. അൺകോട്ട് ജനങ്ങളുടെയും രാജാക്കന്മാരുടെയും സഹകരണത്തോടുകൂടി ഇന്നത്തെ കോളേജുകളോട് വിദൂര സാമ്യം വഹിക്കുന്ന ചാലകൾ വഴിയാണ് അവർ ഈ വിദ്യാപ്രചരണം നടത്തിയിരുന്നത്. മൂഴിക്കുളം, തിരുവല്ല, കാന്തളൂർ, പാർത്ഥിവപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ ചാലകൾ പ്രസിദ്ധങ്ങളാണല്ലോ. അതുപോലെ ധർമ്മ വൈദ്യ മന്ദിരങ്ങൾ അവിടെ സ്ഥാപിക്കുകയും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ചികിത്സിക്കുകയും ചെയ്യുവാൻ അവർ ഉത്സുകരായിരുന്നു. തിരുവങ്ങാട്, തകഴി, ഗുരുവായൂർ, ആദിത്യപുരം, ഉരുളികുന്നം, തിരുവിഴ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഇന്നും തുടർന്നു വരുന്ന ചികിത്സ ബുദ്ധമതക്കാർ ആരംഭിച്ചതാണ്. ശില്പകലയിലും ബുദ്ധമതം പ്രേരണ നൽകിയിട്ടുണ്ട്. അജന്തയും എല്ലോറയും നിർമ്മിക്കുവാൻ ഉണ്ടായ പ്രേരണ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും മോടിപിടിപ്പിച്ചിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കപിലവസ്തുവിലെ ആശാരികൾ ആരംഭിച്ച വാസ്തുവിദ്യാ സമ്പ്രദായമത്രേ ഇന്നും നാം പകർത്തുന്നത്. നേപ്പാൾകാരനായ വാസ്തു ആണ് ഈ ശില്പശാസ്ത്രത്തിന്റെ ജനയിതാവ്. ഇന്നും ഭവന നിർമ്മാണം പൂർത്തിയായാൽ വാസ്തുബലി നടത്താറുണ്ടല്ലോ. അശോകന്റെ കാലത്താണ് ബൗദ്ധ തച്ചുശാസ്ത്രം തെക്കേ ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. വസ്ത്രനിർമ്മാണം, കാർഷിക വൃത്തി തുടങ്ങിയവയിൽ പോലും ബുദ്ധമതത്തിന്റെ പ്രേരണ നമുക്കുണ്ടായിട്ടുണ്ട്. CE 1-ാം ശതകത്തിൽ നാഗപട്ടണത്ത് വെച്ച് കൂടിയ ബൗദ്ധ മതസമ്മേളനത്തിൽ കച്ചവട ലാഭത്തിന്റെയും ക്രയവിക്രയത്തിന്റെയും അളവിന്റെയും തൂക്കത്തിന്റെയും നിയമങ്ങൾ കേരളത്തിനും കൂടി ബാധകമാകുന്നതായി അനുശാസിച്ചിരുന്നു. നമ്മുടെ ഭൂമിശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നിങ്ങനെ പലതിലും ബുദ്ധമത സന്യാസികളുടെ പ്രേരണകൾ കാണാനുണ്ട്. അവയ്ക്കെല്ലാം അടിസ്ഥാനമിട്ടത് അവരാണ്. CE 640 കേരളം സന്ദർശിച്ച യുവാൻ ചാങ്ങിന്റെ രേഖകളിൽ അന്ന് ബുദ്ധമതത്തിന്റെ പ്രാബല്യം ഇവിടെ നശിച്ചിരുന്നതായാണ് കാണുന്നത്. ചരിത്രകാരനായ വീലർ പറയുന്നു, കോട്ട് ഹ്യുവാൻ സാങ് കാഞ്ചീപുരത്തിലേക്ക് ഇന്ത്യയുടെ കിഴക്കേ തീരത്തിൽ കൂടിയാണ് പോയത്. മടങ്ങിപ്പോയപ്പോൾ അദ്ദേഹം പടിഞ്ഞാറ് ഭാഗത്ത് കടന്നിട്ടുണ്ട്. പിന്നീട് വടക്കോട്ട് പോയത് തിരുവിതാംകൂർ, മലബാർ എന്നീ രാജ്യങ്ങളിൽ കൂടിയാണ്. കേരളം അന്ന് ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്നതുകൊണ്ട് കേരളീയർ അതിലുബ്ധരായിരുന്നു. അനവധി ബൗദ്ധവിഹാരങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചു പോന്നിരുന്നു. അൺകോട്ട് വീലറുടെ മേലുദ്ധരിച്ച അഭിപ്രായ പ്രകാരം CE 7-ാം ശതകത്തിന്റെ ആരംഭത്തോടുകൂടി മിക്കവാറും ബുദ്ധമതത്തിന്റെ അധപ്പതനം ആരംഭിച്ചിരുന്നു എന്ന് ഊഹിക്കാമല്ലോ. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ബുദ്ധമതം ക്ഷീണിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അത്. വടക്കേ ഇന്ത്യയിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്ന ഹൂണന്മാരുടെയും മുഹമ്മദീയരുടെയും ആക്രമണങ്ങൾ അതിനു മുമ്പ് തന്നെ അകം പൊള്ളയായി കഴിഞ്ഞിരുന്ന ബുദ്ധമതത്തെ തകർത്തു. സമ്പത്തിന്റെയും ശക്തിയുടെയും കേന്ദ്രങ്ങളായിരുന്ന സന്യാസി മഠങ്ങൾ അന്നേക്ക് സാധാരണക്കാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചിരുന്നു. താഴ്ന്ന വിഭാഗക്കാരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ബുദ്ധൻ എതിർത്ത അന്ധവിശ്വാസങ്ങളെ ആ മതത്തിലേക്ക് അതിന്റെ അധിപന്മാർ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ മറുവശത്ത് ഹൈന്ദവ ധർമ്മങ്ങൾ ഉണർന്നെഴുന്നേൽക്കുകയായിരുന്നു. പാർശ്വത്തിൽ ശ്രീദേവിയോടുകൂടി വിഷ്ണുവിനെ ഹിന്ദുക്കൾ ചിത്രീകരിച്ചതുപോലെ അരികെ സ്ത്രീരൂപത്തിലുള്ള ശക്തിയോടുകൂടി ബോധിസത്വനെ ബുദ്ധഭിക്ഷുക്കൾ ചിത്രീകരിച്ചു. അങ്ങനെ ബുദ്ധൻ ഒരു ഹൈന്ദവ ദൈവത്തിന്റെ ഛായയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ അതിന്റെ മൂല്യങ്ങൾ നഷ്ടമായി. ബുദ്ധമതം അതേവരെ സമ്പാദിച്ചു വെച്ച നല്ല കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ശങ്കരാചാര്യരുടെയും കുമാരില ഭട്ടന്റെയും മറ്റു നേതൃത്വത്തിൽ നടന്ന ഹൈന്ദവ പുനരുത്ഥാനത്തെ അതിജീവിക്കുവാൻ അധികാരഭ്രാന്ത് മുഴുത്ത ബുദ്ധഭിക്ഷുക്കൾക്ക് കഴിഞ്ഞില്ല. അദ്വൈത ചിന്ത സ്വീകരിച്ച ബുദ്ധവിഹാരങ്ങളുടെ രീതിയിൽ സംഘടിപ്പിച്ച ഹിന്ദു സന്യാസി സംഘം ബുദ്ധനെ ശൈവ വൈഷ്ണവ മതങ്ങളുടെ ആശയങ്ങളെ കോർത്തിണക്കുന്ന ഹരിഹരസുതനായ ശാസ്താവായി അംഗീകരിച്ചു. ബുദ്ധനെ ഒരു അവതാര പുരുഷനാക്കി ഇങ്ങനെ ഹൈന്ദവ ചിന്തകന്മാർ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ബുദ്ധഭിക്ഷുക്കൾക്ക് ഒന്നും അവകാശപ്പെടാനില്ലാണ്ടായി. തുടർന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു. പലരും കരുതുന്നത് പോലെ ബ്രാഹ്മണരുടെ സംഘടിതമായ ഒരു ശക്തിയുടെ സായുധമായ എതിർപ്പ് കൊണ്ട് മാത്രമല്ല ബുദ്ധമതം നശിച്ചത്. ഒരു വശത്ത് ബുദ്ധമത മർദ്ദനം ശരിക്കും നടന്നു. ബംഗാളിലെ ശശാങ്കൻ എന്ന ശൈവ രാജാവ് ബോധിവൃക്ഷത്തെ നശിപ്പിച്ചു. മറ്റു സ്ഥലങ്ങളിലും ശക്തിയായ ഇത്തരം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. പക്ഷേ ബുദ്ധമതത്തിന് വേരറുത്തത് 7ഉം 8ഉം ശതകങ്ങളിൽ നടന്ന ജ്ഞാനയുദ്ധമാണ്.
ശങ്കരാചാര്യരെ പോലെയുള്ള തത്വജ്ഞാനികളല്ല, അധികാരഭ്രാന്തന്മാരായ പുരോഹിത മേധാവികളാണ് ബുദ്ധമതത്തെ അന്ന് നയിച്ചുകൊണ്ടിരുന്നത്. അതാണ് ബുദ്ധമതത്തിന്റെ പ്രധാന നാശകാരണം ആയതും. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ആ ജ്ഞാനയുദ്ധത്തിന്റെ നല്ല ഒരു ഭാഗം കേരളത്തിലും നടന്നു. കേരളോൽപ്പത്തി, കേരള വിശേഷ മഹാത്മ്യം തുടങ്ങിയ കൃതികളിൽ അതിന്റെ ചില സൂചനകൾ ലഭിക്കാനുണ്ട്. അന്നേക്ക് തത്വശാസ്ത്രപരമായ പാപ്പരത്വം പ്രാപിച്ചിരുന്ന ബുദ്ധമതത്തിന് പിന്നെ രക്ഷ ഉണ്ടായില്ല. തത്വശാസ്ത്രപരമായ ഒരു മതം പരാജയപ്പെട്ടാലും പാരമ്പര്യവാദികളായ ഒരു ഭാഗം അതിൽ പിടിച്ചു നിൽക്കുക സ്വാഭാവികമാണല്ലോ. അതുപോലെ ബുദ്ധമതത്തിലും ചിലരെല്ലാം ഇറുകെ പിടിച്ചു നിന്നിരിക്കണം. സാമുദായികമായി അങ്ങനെ അവശത അനുഭവിച്ചു നിന്ന ഒരു ജനസഞ്ചയമാണ് കേരളത്തിലെ ഈഴവർ. പേർഷ്യൻ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ കച്ചവടത്തിനും മറ്റുമായി വന്ന ക്രിസ്ത്യാനികൾ ഇക്കാലത്ത് തങ്ങളുടെ മതം ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ബുദ്ധമതത്തിലെ പല കാര്യങ്ങളോടും യോജിപ്പുള്ള പുതിയ മതം ബുദ്ധമതത്തിന്റെ ഒരു വകഭേദം മാത്രമാണെന്ന് കരുതി ഒരു വിഭാഗം ജനങ്ങൾ ആ മതം അംഗീകരിച്ചു. വിദേശീയ കച്ചവടക്കാരുടെ പ്രാബല്യവും വാണിജ്യ രംഗത്ത് അവർക്ക് പെട്ടെന്നുണ്ടായ അഭിവൃദ്ധിയും ഈ കൂട്ടരെ പെട്ടെന്ന് സമുദായ രംഗത്ത് നിലയും വിലയും ഉള്ളവരാക്കി തീർത്തു. അതേസമയം പുതിയ മതം അംഗീകരിക്കാത്തവർ കൂടുതൽ താഴ്ന്നുകൊണ്ടുവരുന്നു. കേരളത്തിലെ തീയരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാര രീതികളിലുള്ള ബൗദ്ധ മാതൃകകൾ പരിശോധിക്കുമ്പോൾ ഇത് ആർക്കും ബോധ്യമാകും. 9. ചാത്തൻ. ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തി ചാത്തനാണെന്നാണ് മലവർഗക്കാർ പറയുന്നത്. കുളത്തൂപ്പുഴ പ്രദേശത്തും പീരുമേട്ടിലുമൊക്കെയുള്ള മലവർഗക്കാരിൽ പലരും ചാത്തനെയാണ് ആരാധിക്കുന്നതെന്നും ഇവിടെ ശ്രദ്ധേയമാണ്. അയ്യപ്പനും ചാത്തൻ എന്ന പേരുണ്ടായിരുന്നു അത്രേ. ഗുരുകുലം മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു. കോട്ട്: ചിലപ്പതികാരം എന്ന പ്രാചീന തമിഴ് ഗ്രന്ഥത്തിൽ അയ്യപ്പനെ ശാസ്താവെന്നും പാഷണ്ഡജാത്തനെന്നും പാഷണ്ഡൻ എന്നും വിളിച്ചിരിക്കുന്നു. ആ ഗ്രന്ഥത്തിന്റെ ഭാഷ്യകാരനായ അടിയാർക്കു നല്ലാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് വൈദിക മതത്തോട് ബന്ധമില്ലാത്ത 96 ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പാണ്ഡിത്യമുള്ള ആളായിരുന്നു അയ്യപ്പൻ എന്നാണ്. എന്നാൽ ഒരു തമിഴ് ഗ്രന്ഥത്തിലും അയ്യപ്പൻ ബുദ്ധ ധർമാനുസാരിയായിരുന്നുവെന്ന് കാണുന്നില്ല. ഗുരുകുലം 1954 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ലേഖനമുള്ളത്. അയ്യപ്പനും ചാത്തനും ഒന്നല്ലെന്നാണ് ഇത് തെളിയിക്കുന്നത്. ശാസ്താവ് എന്ന ബുദ്ധമത പര്യായമാണ് ഗ്രാമ്യ ഭാഷയിൽ ചാത്തൻ എന്നായത്. ശാസ്താവ് എന്ന പദത്തിന്റെ തത്വമാണ് ചാത്തൻ എന്ന് ഗുണ്ടർട്ടും ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയും പറയുന്നു. ചാത്തൻ, ചാത്തനാർ തുടങ്ങിയ പേരുകളും കേരളത്തിൽ സാധാരണമായിരുന്നു. ഗ്രാമ്യഭാഷയിൽ ചാത്തനായി തീർന്നത് ശാസ്താവ് അഥവാ ബുദ്ധനാണ് എന്നുള്ളതിന് തെളിവാണ് ഇത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം തോന്നാം. മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രാകൃതരായ കാണികൾക്കും മറ്റും ബുദ്ധമതവുമായി ബന്ധം വന്നത് എങ്ങനെയാണെന്ന്. ഇന്ന് പ്രാകൃതരായി കരുതപ്പെടുന്ന അവരിൽ പലരും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ബ്രാഹ്മണരുടെ കുടിയേറ്റ കാലത്തും അതിനുശേഷവും ഓരോ കാരണങ്ങളാൽ കാട്ടിൽ അഭയം പ്രാപിച്ചവരാണ് നമ്മുടെ ഗിരിജനങ്ങളിൽ ഒരു വലിയ ഭാഗം. ബ്രാഹ്മണ മതവുമായി സന്ധി ചെയ്യാനുള്ള വിമുഖത കൊണ്ട് കാട്ടിലേക്ക് പോയ അവർ മറ്റു സാമൂഹ്യ ബന്ധങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ക്രമേണ അധപ്പതിക്കുകയാണ് ഉണ്ടായത്. ശബരിമല ശാസ്താവിനെ ഈ ഗിരിവർഗക്കാർ അവരുടെ ദൈവമായി ആരാധിക്കുന്നു. ശബരിമല ചാത്താവ് എന്നും ശബരിമല ചാത്തൻ എന്നുമാണ് അവർ പറയുന്നത്. 10. അയ്യൻ. ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തിയെപ്പറ്റി അയ്യൻ എന്ന് സാധാരണക്കാർ പറയാറുണ്ട്. പഴയ പാട്ടുകളിലും അയ്യപ്പൻ സ്തുതികളിലും അയ്യൻ എന്ന പദം ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലും തെക്കൻ കേരളത്തിലും പേരിനോടൊപ്പം അയ്യൻ എന്ന് ചേർക്കുക പതിവുണ്ടായിരുന്നു. രാമയ്യൻ, സുബ്ബയ്യൻ തുടങ്ങിയവ അതിന് ഉദാഹരണങ്ങളാണ്. അച്ഛൻ, മാന്യൻ, യജമാനൻ എന്നിങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ഒരു പദമാണത്. പാലി ഭാഷയിൽ നിന്ന് മലയാളത്തിൽ കടന്നുകൂടിയതാണ് ഈ പദം. ബുദ്ധമതക്കാരാണ് പാലി ഭാഷ കേരളത്തിൽ കൊണ്ടുവന്നത്. ഇന്ന് ആ ഭാഷ സംസാരിക്കുന്നവരായി ആരും കേരളത്തിൽ ഇല്ലെങ്കിലും പാലി ഭാഷയിലെ നിരവധി പദങ്ങൾ മലയാളത്തിലുണ്ട്. അയ്യൻ എന്ന പദവും ശബരിമല പ്രതിഷ്ഠയ്ക്ക് ബുദ്ധമതവുമായുള്ള ബന്ധത്തെയാണ് തെളിയിക്കുന്നത്. LA രവിവർമ്മ ഇതേപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. കോട്ട്: ബുദ്ധന് ആര്യ എന്ന പര്യായം ചിലപ്പോൾ ആര്യക എന്നും ബൗദ്ധ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി കാണാം. ആര്യ എന്ന ശബ്ദം പാലിയിൽ ബൗദ്ധമതത്തിലെ പ്രധാന ഗ്രന്ഥഭാഷയും ഇതുതന്നെ. അയ്യോ എന്നായിത്തീരും. ബൗദ്ധന്മാരുടെ മതപ്രചരണത്തിൽ പാലി വഴിക്ക് വളരെ വളരെ ഔത്തരാഹ ശബ്ദങ്ങൾ ദക്ഷിണ ഭാരതത്തിൽ, വിശിഷ്യ കേരളത്തിൽ വന്നുയർന്നിട്ടുണ്ട്. അയ്യോ എന്ന വാക്ക് ദ്രാവിഡത്തിൽ വന്നപ്പോൾ പുംവാജിയായ അൻ പ്രത്യയവും ചേർന്ന് അയ്യനും അയ്യ അധികം അപ്പൻ അയ്യോപ്പനും ആയിത്തീർന്നു. ആര്യശബ്ദം തന്നെ പ്രാകൃതങ്ങളിൽ അജ്ജ എന്നാകുന്നു. അജ്ജ ദ്രാവിഡ ഭാഷയിൽ അച്ച എന്നും അയ്യ എന്നും രൂപാന്തരപ്പെടുന്നു. അച്ഛൻ കോവിൽ, പുത്തരച്ഛൻ മുതലായ വാക്കുകളിലെ അച്ഛൻ ആര്യശബ്ദത്തിന്റെ ദ്രാവിഡ രൂപമാണ്. രണ്ടിന്റെയും മൂലം ഒന്നാണെങ്കിലും രണ്ടു വഴിക്ക് പ്രവേശിക്കുകയാൽ രണ്ടർത്ഥവാചികളായി പാലിമാർഗം വന്നത് അതിന്റെ മൂലം അനുസരിച്ച് പൂജക വചനവുമായി.
അയ്യപ്പൻ മാസിക വാല്യം 1 ലക്കം 1. അയ്യനെ അഥവാ ശാസ്താവിനെ ഹിന്ദു ദൈവമാക്കി മാറ്റാൻ ശ്രമിച്ചവർ മായാദേവിയുടെ പുത്രനായ ബുദ്ധനെ വിഷ്ണുമായയുടെ പുത്രനാക്കി കഥ തിരുത്തിയത്രേ. ഒപ്പം അവരുടെ ഭാവന കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തെ പ്രകൃതി വിരുദ്ധ സന്തതിയുമാക്കി. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. തെക്കേ ഇന്ത്യയിൽ ശൈവമതക്കാരും വൈഷ്ണവമതക്കാരും തമ്മിൽ നടന്നു വന്നിരുന്ന സംഘടനകൾ അവസാനിച്ച് ആ മതങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനായ ഒരു ദൈവത്തെ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഒപ്പം പഴയ ബുദ്ധമതത്തിന്റെ അനുയായികളായ സാധാരണക്കാരെ കൂടി ആ മതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അയ്യൻ എന്ന പേരിൽ തമിഴ്നാട്ടിൽ ആരാധിക്കപ്പെട്ടു വരുന്ന ഗ്രാമീണ ദൈവസങ്കല്പവും ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ്. ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന മതസങ്കല്പങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം അവരും ആ സങ്കല്പത്തെ വളർത്തിയെടുത്തത്. 11. വേട്ടയ്ക്കൊരു മകൻ. ശബരിമലയിലെ പ്രതിഷ്ഠാമൂർത്തിയെ ഭക്തന്മാർ വേട്ടയ്ക്കൊരു മകൻ എന്നും വിളിക്കാറുണ്ട്. പക്ഷേ പുരാണേതിഹാസങ്ങളിലോ സംസ്കൃത സാഹിത്യങ്ങളിൽ വേട്ടയ്ക്കൊരു മകൻ എന്നൊരു ദൈവസങ്കല്പം കാണുന്നില്ല. എങ്കിലും ഉത്തര കേരളത്തിൽ ധാരാളം ആളുകൾ വേട്ടയ്ക്കൊരു മകനെ പൂജിക്കുന്നതായി കാണുന്നു. പഴയ തിരുവിതാംകൂർ പ്രദേശത്ത് വടക്കൻ പരവൂർ, വാരനാട് അതായത് ചേർത്തല, ഒളശ, കോട്ടയം, വഞ്ഞിപ്പുഴ അതായത് ചെങ്ങന്നൂർ, അമ്പലപ്പുഴ, കൃഷ്ണപുരം, കായംകുളം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രങ്ങളുണ്ട്. ഉത്തര കേരളത്തിലെ ബാലുശ്ശേരിയിലാണ് ഏറ്റവും പ്രസിദ്ധമായ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രമുള്ളത്. പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ഇല്ലാത്ത വേട്ടയ്ക്കൊരു മകൻ യഥാർത്ഥത്തിൽ കേരളീയരുടെ ഒരു പഴയ ദേവസങ്കല്പമാണ്. പക്ഷേ മറ്റു ദൈവങ്ങളെ എന്ന പോലെ ഈ ദൈവത്തെയും ബ്രാഹ്മണവൽക്കരിക്കാൻ കേരളത്തിൽ ഒരു ശ്രമം നടന്നു. മഹാഭാരതം വനപർവ്വത്തിന്റെ 167 അധ്യായത്തിൽ അർജുനന് പാശുപതാസ്ത്രം നൽകുന്നതിന് വേണ്ടി ശിവനും പാർവതിയും കാട്ടാളവേഷം ധരിച്ചു ചെന്നു എന്നൊരു കഥയുണ്ട്. അത് കഴിഞ്ഞ് ശിവനും പാർവതിയും പോയെന്ന് മാത്രമേ മഹാഭാരതത്തിലുള്ളൂ. ഈ കഥയെ അല്പം കൂടി വലിച്ചു നീട്ടി വേട്ടയ്ക്കൊരു മകന്റെ ഉദ്ഭവകഥ അതുമായി ബന്ധപ്പെടുത്തുവാൻ ചിലർ ശ്രമിച്ചു. കാട്ടാളവേഷം ധരിച്ച ശിവനും പാർവതിയും കൂടി അവിടെ വെച്ച് രമിച്ചു എന്നും അതിലുണ്ടായ കുട്ടിയാണ് വേട്ടയ്ക്കൊരു മകൻ എന്നുമാണ് അവർ നെയ്തെടുത്ത കഥ. കൊട്ടാരത്തിൽ ശങ്കരയുടെ കിരാത സൂനുചരിതം വേട്ടയ്ക്കൊരു മകന്റെ വീരാവതാനങ്ങളെ വർണ്ണിക്കുന്ന ഒരു കൃതിയാണ്. കൃഷ്ണപുരത്ത് നീലിമന മഠത്തിൽ ശങ്കരൻ നമ്പൂതിരി കിരാത സൂനുചരിതം എന്നൊരു തുള്ളലും എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ അടുത്ത കാലത്തുണ്ടായതാണ്. ഐതിഹ്യ രൂപത്തിലുള്ള പല കഥകളും മറ്റു ചിലരും എഴുതി കാണുന്നു. വേട്ടയ്ക്കൊരു മകൻ ഐതിഹ്യങ്ങളെ അമ്പലപ്പുഴ രാമവർമ്മ സംഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. കോട്ട്: അർജുനന് അസ്ത്രവും വരവും നൽകി അനുഗ്രഹിച്ച ശേഷം ഉമാമഹേശ്വരന്മാർ കാട്ടാള രൂപികളായി കുറെ നാൾ ആ കാട്ടിൽ ക്രീഡിച്ചുകൊണ്ട് നടന്നു. തദവസരത്തിൽ ജനിച്ച പുത്രനാണ് വേട്ടയ്ക്കൊരു മകൻ. മഹാകുസൃതിയായ ഒരു ബാലനായിട്ടാണ് വേട്ടയ്ക്കൊരു മകൻ വളർന്നു വന്നത്. വില്ലും അമ്പും ധരിച്ച് കാട്ടിൽ പോയി കണ്ണിൽ കണ്ട മൃഗങ്ങളെയെല്ലാം എയ്തു കൊല്ലുന്നത് ആ വീരബാലന് അത്യന്തം പ്രിയപ്പെട്ട വിനോദമായിരുന്നു. സമരോത്സുകതയും അവനിൽ പൊന്തി നിന്നിരുന്നു. ദുഷ്ട രാക്ഷസന്മാരെയും മൃഗങ്ങളെയും വധിക്കുക, തന്നോട് എതിർത്തു വരുന്നവർ ആരായാലും അവരെ കാലപുരിക്ക് അയക്കുക, മറ്റുള്ളവരെ പേടിപ്പെടുത്തുക മുതലായ പ്രവൃത്തികളിലായിരുന്നു ആ കുമാരന് രസം. വന്യമൃഗങ്ങളെപ്പോലെ മഹർഷിമാരെയും അവൻ ഉപദ്രവിച്ചു തുടങ്ങി. ദേവന്മാർ ഇന്ദ്രനോടൊത്ത് ബ്രഹ്മാവിന്റെ സന്നിധിയിലെത്തി സങ്കടം പറഞ്ഞു. ശിവന്റെ ഓമന മകനാകയാൽ ബ്രഹ്മാവിന് നേരിട്ടിടപെടുവാൻ ധൈര്യം വന്നില്ല. അവരെല്ലാവരും കൂടി ശിവന്റെ അടുക്കൽ ചെന്ന് സങ്കടം ബോധിപ്പിച്ചു. ശിവൻ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. കുട്ടിക്കളിയിൽ ഇത്ര പരാതി പറയാനുണ്ടോ എന്നായിരുന്നു അതിന്റെ സാരം. ശിവന്റെ അനാസ്ഥ കണ്ട് ദേവസമൂഹം ബ്രഹ്മാവിനെ മുൻനിർത്തി വിഷ്ണുവിനെ ചെന്ന് കണ്ടു. വിഷ്ണുവിന് അലിവ് തോന്നി. എങ്കിലും ശിവന്റെ ഓമൽ സന്താനമായ വേട്ടയ്ക്കൊരു മകനെ പിണക്കരുതല്ലോ എന്നും വിചാരിച്ചു. ഒരു വിദ്യ പ്രയോഗിച്ച് ആ ബാലനെ വശപ്പെടുത്തി നിലയ്ക്ക് നിർത്തിക്കളയാമെന്ന് കരുതി ദേവന്മാരെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. വിഷ്ണു വൃദ്ധനായ ഒരു കാട്ടാളന്റെ വേഷത്തിൽ വേട്ടയ്ക്കൊരു മകന്റെ അടുത്തു ചെന്നു. കയ്യിൽ ഭംഗിയേറിയ ഒരു പൊൻ ചുരികയും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആ ബാലന് രസം പെരുകി. അത് തനിക്ക് തരണം എന്ന് അപേക്ഷിച്ചു. വളരെയേറെ വിസമ്മതം ഭാവിച്ചിട്ട് ഒടുവിൽ വിഷ്ണു കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷെ ഒരു സത്യം ചെയ്യണം: ആ പൊൻചുരിക നിലം തൊടാൻ പാടില്ല. അത് കൊടുത്താൽ പിന്നൊരിക്കലും താഴത്ത് വെക്കരുത്. ബാലൻ എന്തിനും തയ്യാറാണ്. ചുരിക എങ്ങനെയെങ്കിലും കിട്ടണമെന്നേ ഉള്ളൂ. പറഞ്ഞതുപോലെ അവൻ സത്യവും ചെയ്തു. വിഷ്ണു ചുരിക എടുത്തു നീട്ടി. വില്ലുമം ഇടത്തെ കൈയിലാക്കിക്കൊണ്ട് വലം കൈ നീട്ടി ബാലൻ ചുരിക വാങ്ങിച്ചു. അവൻ കൃതാർത്ഥനായി. വിഷ്ണു സ്വന്തം രൂപം അവലംബിച്ചുകൊണ്ട് പറഞ്ഞു: അല്ലയോ വീരകുമാര, ഞാൻ നിന്റെ അച്ഛന്റെ ഉറ്റ സുഹൃത്താണ്. അതിദിവ്യമായ ഒരു ആയുധമാണ് നിനക്കിപ്പോൾ തന്നത്. ഇനി നിനക്ക് എയ്യാൻ നിവൃത്തിയില്ല. വില്ലുമമ്പും ഒരു കയ്യിൽ തന്നെ ആയിപ്പോയി. ഈ കുട്ടിക്കളി ഇനി മതിയാക്കണം. ജനരക്ഷകനായി നീ മാറണം. ഒരു നല്ല സ്ഥലം നിനക്കിരിക്കാനായി ഞാൻ പറഞ്ഞു തരാം. കേരളം പരശുരാമനാൽ സൃഷ്ടമാണ്. കൈലാസത്തിൽ ചെന്ന് അച്ഛനെ വന്നിച്ച് അനുഗ്രഹം വാങ്ങിയ ശേഷം അങ്ങോട്ട് പോവുക. ആളുകൾ നിന്നെ അത്യന്തം ഭയഭക്തി ബഹുമാനങ്ങളോടെ എതിരേറ്റ് സ്വീകരിക്കും. അവർ ക്ഷേത്രം പണിത് കൊട്ടും പാട്ടും നടത്തി
വിശേഷാൽ പൂജകളും നിനക്ക് നൽകും. അവരുടെ രക്ഷിതാവായി നീ കേരളക്കരയിൽ വാഴുക. വിഷ്ണുവിന്റെ വിദ്യ ഫലിച്ചു. ആഗതൻ മഹാവിഷ്ണുവാണെന്നറിഞ്ഞപ്പോൾ ബാലൻ വിനയാന്വിതനായി കൈകൂപ്പി അവൻ നേരെ കൈലാസത്തിലേക്ക് നടന്നു. അച്ഛനമ്മമാരെ കണ്ട് വിടവാങ്ങി വിഷ്ണു നിർദ്ദേശിച്ച മാർഗത്തിൽ കൂടി വേട്ടക്കുരുമകൻ കേരളത്തിൽ വന്നുചേർന്നു. കാടുകളും മലകളും തരണം ചെയ്ത് ബാലുശ്ശേരി കോട്ടയിലെത്തി. കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് കസ്തൂരി, കളഭം മുതലായവ വാരി പൂശി ദിവ്യ തേജസ്സോടുകൂടി നടന്നു പോകുന്ന ആ കുമാരനെ കണ്ട് ബ്രാഹ്മണർ വന്ദിച്ചു. അവർ കലശമാടി ആ ദേവനെ പൂജിച്ചിരുത്തി. നാട്ടുകാരും കേട്ടറിഞ്ഞ് കൂട്ടം കൂട്ടമായി വന്നെത്തി. അവർ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് തങ്ങളുടെ ഭക്തി പാരവശ്യം വെളിപ്പെടുത്തി. വേട്ടക്കുരുമകൻ സന്തുഷ്ടനായി ജനരക്ഷ ചെയ്തുകൊണ്ട് കേരളത്തിൽ വാണുകൊള്ളാമെന്ന് സമ്മതിച്ചു. ഇതാണ് ഐതിഹ്യകഥ. ഇപ്പറഞ്ഞ രൂപഭാവങ്ങളിൽ അല്പാൽപ്പം വ്യത്യാസപ്പെട്ടും പ്രസ്തുത കഥ പ്രചരിക്കുന്നുണ്ട്. ഈ കഥ പ്രസിദ്ധീകരിക്കപ്പെട്ടത് മലയാള മനോരമ ആഴ്ചപ്പതിപ്പിന്റെ 1963 ഓഗസ്റ്റ് 10 ലക്കത്തിലാണ്. ശിവനോട് ബന്ധപ്പെട്ട പഴയ കഥകളിലോ പാട്ടുകളിലോ ഇല്ലാത്ത ഒന്നാണ് ഈ കഥ. അമ്പും വില്ലും ഒരു കയ്യിൽ നിന്ന് മാറ്റാൻ പോലും കഴിവില്ലാത്ത ഈ ദൈവത്തിനോട് നമുക്ക് സഹതാപം തോന്നും. മനുഷ്യരെയും മൃഗങ്ങളെയും വിനോദത്തിനു വേണ്ടി കൊന്ന ദൈവത്തിന്റെ ക്രൂരതയും അസഹനീയമാണ്. ശിവനും ഭാര്യയും കാട്ടാള വേഷത്തിൽ രതിക്രീഡ നടത്തിയപ്പോൾ കാട്ടാളനായ പുത്രൻ ഉണ്ടായത്രേ. ആ പുത്രന് ശരിയായ രൂപം നൽകാൻ ശിവന് കഴിവില്ലാതെ പോയി. നേരെ മറിച്ച് ശിവന് ഏതെങ്കിലും കാട്ടാള സ്ത്രീയിൽ ഉണ്ടായ പുത്രനാണ് വേട്ടക്കുരുമകൻ എന്ന് പറഞ്ഞെങ്കിൽ കൂടുതൽ അർത്ഥസമ്പുഷ്ടമാകുമായിരുന്നു. വിവാഹത്തിന് പുറത്ത് ലൈംഗിക ബന്ധങ്ങൾ പുലർത്തിയിരുന്ന ആളാണ് ശിവനെന്നാണ് ഐതിഹ്യ കഥകൾ. വേട്ടക്കുരുമകനോട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കഥകളും ഇന്ന് അതിന്റെ ശുദ്ധരൂപത്തിൽ കിട്ടാൻ നിവൃത്തിയില്ല. കേരളീയരുടെ ഏതോ ഗ്രാമീണ ദേവതാ സങ്കല്പമായിരുന്നു അത്. ബാലുശ്ശേരി കോട്ടയിലും മറ്റു സ്ഥലങ്ങളിലുമുള്ള വേട്ടക്കുരുമകൻ ക്ഷേത്രങ്ങൾ ബ്രാഹ്മണർ പിന്നീട് കൈവശപ്പെടുത്തുകയും ശിവനുമായി ബന്ധപ്പെടുത്തുകയുമാണ് ചെയ്തത്. ശബരിമല ശാസ്താവും വേട്ടക്കുരുമകനും ഒന്നാണെന്നും ചേട്ടാനുജന്മാരാണെന്നും ഒക്കെയുള്ള വാദപ്രതിവാദങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. 12. ഭൂതനാഥൻ. ഭൂതനാഥൻ എന്നാണ് ശബരിമല പ്രതിഷ്ഠയുടെ മറ്റൊരു പേര്. ഇതും ശബരിമല ക്ഷേത്രത്തെ ശിവനുമായി ബന്ധിപ്പിക്കാൻ നടന്ന ശ്രമത്തിന്റെ ഫലമായി നൽകപ്പെട്ടതാണ്. ഭൂതനാഥൻ എന്നുള്ളത് ശിവന്റെ അഥവാ രുദ്രന്റെ ഒരു പര്യായമാണ്. രുദ്രൻ സ്വപത്നിയായ സതിയുടെ ഉദരത്തിൽ നിന്നുമാണ് ഭൂതങ്ങളെ ജനിപ്പിച്ചതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ ഭൂതങ്ങൾ ശിവന്റെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്തിട്ടുണ്ടത്രേ. പല ശിവക്ഷേത്രങ്ങളുടെയും ഐതിഹ്യങ്ങളിൽ ശിവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭൂതഗണങ്ങളെപ്പറ്റി പറയുന്നു. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പുരാണങ്ങളിൽ വിവരിക്കുന്ന പിശാചുക്കളും ഇവയും തമ്മിൽ വ്യത്യാസമുണ്ട്. ശിവന്റെ അനുചരന്മാരായി ഐതിഹ്യങ്ങളിൽ വിവരിക്കുന്ന ഭൂതഗണങ്ങൾ ശബരിമല ഐതിഹ്യങ്ങളിൽ ശാസ്താവിന്റെ അനുചരന്മാരായി മാറുന്നു. ഈ കഥകൾ വായിക്കുമ്പോൾ ഗിരിജനങ്ങളെയാണ് ഭൂതഗണങ്ങളായി ചിത്രീകരിച്ചതെന്ന് തോന്നും. 13. മണികണ്ഠൻ. ശബരിമല അയ്യപ്പനെയും പന്തളം രാജാവിനെയും ബന്ധിപ്പിക്കുന്ന കഥകളിൽ മണികണ്ഠൻ എന്നൊരു പേരുകൂടി ശാസ്താവിന് പര്യായമായി പ്രയോഗിച്ചു കാണുന്നു. പന്തളം രാജാവിന്റെ സഹോദരിയിൽ ജയന്തൻ എന്ന നമ്പൂതിരിക്ക് ഉണ്ടായ കുട്ടിയാണ് അയ്യപ്പനെന്നും കുട്ടിയായിരിക്കുമ്പോൾ അയ്യപ്പന്റെ കഴുത്തിൽ അച്ഛൻ ഒരു രത്നം കെട്ടിക്കൊടുത്തു എന്നും അന്നു മുതലാണ് അയ്യപ്പൻ മണികണ്ഠനായതെന്നും PR രാമവർമ്മ രാജ ശ്രീ അയ്യപ്പ ചരിത്രം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ശാസ്താവും അയ്യപ്പനും ഒരാളല്ല, ശാസ്താവിന്റെ അവതാരമാണ് അയ്യപ്പൻ. 14. പന്തളദാസൻ. ശബരിമല ക്ഷേത്രം പഴയ പന്തളം രാജ്യത്തിന്റെ അതിർത്തിക്കകത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. പന്തളം രാജകുടുംബവുമായി ശബരിമല അയ്യപ്പനുണ്ടായ ബന്ധം പല വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ രാജകുടുംബത്തിന് ശബരിമല ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഇന്നും പന്തളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആഭരണങ്ങളാണ് മകരസംക്രാന്തി ഉത്സവ സമയത്ത് ശബരിമലയിലെ വിഗ്രഹത്തിൽ ചാർത്തുന്നത്. പന്തളദാസൻ എന്ന് ശബരിമല അയ്യപ്പനെ പറ്റി പറയാറുണ്ട്. എന്താണ് ഇതിന് കാരണം? പന്തളവും അയ്യപ്പനുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന അയ്യപ്പൻ പാട്ടുകളിലുള്ള ഒരു ഐതിഹ്യം KE ഭാസ്കരൻ തിരുവാർപ്പ് ശബരിമല അയ്യപ്പൻ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ആ ഐതിഹ്യം ഇവിടെ ഉദ്ധരിക്കാം. കോട്ട്: പണ്ട് ജന്മി നാടുവാഴിത്ത കാലഘട്ടങ്ങളിൽ പല പല ജന്മിമാർ അതാത് സ്ഥലത്തെ ഭരണകർത്താക്കളായിരുന്നു. അവർ തമ്മിൽ ഭൂമിക്ക് വേണ്ടി മറ്റും പല യുദ്ധങ്ങൾ നടന്നിരുന്നു. ഈ ഭരണകർത്താക്കളുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ പല ഉന്നത കുടുംബങ്ങളിലും കളരിയും കളരിപ്പയറ്റ് സംഘങ്ങളും നിലനിന്നിരുന്നു. ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ രാജാക്കന്മാരെ സഹായിക്കുന്നതിന് ഈ കളരിപ്പയറ്റ് സംഘങ്ങളെ ക്ഷണിക്കുക പതിവായിരുന്നു. ചീരപ്പഞ്ചിറ കുടുംബത്തിൽ പണിക്കരാശാന്റെ നേതൃത്വത്തിൽ ഒരു കളരിപ്പയറ്റ് സംഘം ഉണ്ടായിരുന്നു. അമ്പലപ്പുഴ, ചേർത്തല, പന്തളം, കോട്ടയം എന്നീ രാജാക്കന്മാരുമായി ഈ സംഘം സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്നു. വനങ്ങളിൽ കൊള്ള ചെയ്ത് ജീവിച്ചു പോന്ന ഒരു സംഘം കാട്ടാളന്മാർ അല്ലെങ്കിൽ വനവർഗക്കാർ ഉദയനൻ എന്ന പേരോടുകൂടിയ ഒരു വലിയ കൊള്ള സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇടയ്ക്കിടയ്ക്ക് പല രാജകുടുംബങ്ങളെയും മറ്റു ആളുകളെയും
കൊള്ള ചെയ്ത് ജീവിച്ചു പോന്നു. പന്തളത്ത് രാജധാനിയെ ആക്രമിക്കാൻ ഉദയനനും സംഘവും വരുമെന്നറിഞ്ഞ് പന്തളത്ത് രാജാവ് പണിക്കരാശാനെയും സംഘത്തെയും ദൂതന്മാർ മുഖേന്തരം വിവരമറിയിച്ചു. ആശാനും സംഘവും ഉടൻ തന്നെ പന്തളത്തേക്ക് പുറപ്പെട്ടു. ഇവർ അവിടെ ചെല്ലുന്നതിന് മുമ്പായി തന്നെ ഉദയനനും സംഘവും പന്തളത്ത് രാജധാനിയെ ആക്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന ധാന്യങ്ങളെ രാജാവിന്റെ ഇളയ സഹോദരിയെയും അപഹരിച്ചുകൊണ്ടുപോയി. വിവരമറിഞ്ഞ ആശാനും സംഘവും വനത്തിൽ കൂടി തിരഞ്ഞു നടന്നു. കരിമല മുകളിൽ വെച്ച് ഈ സംഘത്തെ കണ്ടുമുട്ടി. ആശാനനും ഉദയനനും തമ്മിൽ ഉഗ്രയുദ്ധം നടന്നു. ഉദയനനെ തോൽപ്പിച്ച് രാജകുമാരിയെയും കൊണ്ട് ആശാന സംഘവും തിരിച്ചു പോന്നു. അന്യജാതിക്കാർ തൊട്ടാൽ ഭ്രഷ്ട് കൽപ്പിക്കുമായിരുന്നതുകൊണ്ട് രാജാവ് അവരെ സ്വീകരിക്കുമായിരുന്നില്ല. അതിനാൽ ഈ സ്ത്രീയെ ആശാൻ തന്നെ സ്വീകരിച്ച് ചീലപ്പഞ്ചിറ കൊണ്ടുപോയി താമസിപ്പിച്ചു. ആശാന് ഈ സ്ത്രീയിൽ ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് അയ്യൻ എന്ന് പേരിട്ടു. ആ കാലഘട്ടത്തിൽ അവർണ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അയ്യൻ, കണ്ടൻ, കോരൻ, ഇട്ടി എന്നീ പേരുകളെ ഉപയോഗിക്കാമായിരുന്നുള്ളൂ. കുട്ടി വളർന്നു വന്നു. ചെറുപ്പത്തിൽ തന്നെ ആശാന് അറിയാമായിരുന്ന സകല വിദ്യകളും അയ്യനെ പഠിപ്പിച്ചു. അയ്യൻ പല കളരികളിലും പോയി കായികാഭ്യാസങ്ങൾ അഭ്യസിക്കുകയും മറ്റു പലരെയും പഠിപ്പിക്കുകയും ചെയ്തു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി അയ്യന് അനേകം ശിഷ്യന്മാരുണ്ടായി. ആ കാലഘട്ടത്തിൽ അറേബ്യയിൽ നിന്നും ഒരു സംഘം മുസൽമാന്മാർ ആക്കപ്പലിൽ ചേർത്തല വന്നെടുക്കുകയും ആ പ്രദേശങ്ങളിൽ പല സ്ഥലത്തും കൊള്ളകൾ നടത്തുകയും ചെയ്തു പോന്നു. ആലപ്പുഴ, ചേർത്തല പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് ഈ കൊള്ള സംഘത്തെ വലിയ ഭയമായിരുന്നു. ഈ സംഘത്തെ നയിച്ചിരുന്നത് വാവര് എന്ന പേരോടുകൂടിയ ഒരു മുസ്ലിം ആയിരുന്നു. ഒരിക്കൽ അയ്യപ്പൻ ഈ സംഘവുമായി ഏറ്റുമുട്ടി. കായികാഭ്യാസ വിദഗ്ധനായ അയ്യപ്പനെ തോൽപ്പിക്കുവാൻ വാവർക്ക് കഴിഞ്ഞില്ല. വാവരുടെ കൂട്ടുകാരെല്ലാം ഓടി പാക്കപ്പിൽ കയറി സ്ഥലം വിട്ടു. വാവർ പോയില്ല. വാവർ ആയുധം വെച്ച് കീഴടങ്ങി അയ്യപ്പന്റെ ശിഷ്യനായി മാറി. അന്നു മുതൽ അവർ രണ്ടുപേരും ഒന്നിച്ചു തന്നെ കഴിഞ്ഞുകൂടി. വാവര് കൊള്ളക്കാരനാണെന്നുള്ള പരമാർത്ഥം അയ്യപ്പൻ ചരിത്രം സിനിമയിൽ നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. സ്വന്തം മാതാവിൽ നിന്നും തന്റെ ചരിത്രമറിഞ്ഞ അയ്യപ്പൻ പന്തളത്ത് രാജധാനിയിൽ പോകണമെന്നും തന്റെ അമ്മയെ ഉപദ്രവിച്ച ഉദയനനെയും അവന്റെ വംശത്തെ നശിപ്പിക്കണമെന്നും തീരുമാനിച്ചു. അയ്യനും ശിഷ്യന്മാരുമായി രാജധാനിയിലേക്ക് തിരിച്ചു. രാജാവ് വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവരെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. ശബരിമല കീർത്തനത്തിൽ 16 തിരുവയസ്സിൽ പാണ്ഡ്യനെ ശേവു കത്തിയതാനും താൻ ശേവികന്മാരാറ് 100,000-നെയും മുന്നിൽ അകമ്പടിയാക്കിക്കൊണ്ട് പാണ്ഡ്യനാട്ടിൽ എഴുന്നള്ളി പാണ്ഡ്യൻ തന്നെ കൊണ്ട് ശേവികം ചെയ്തു മുന്നം എന്നെഴുതിയിരിക്കുന്നു. മുമ്പ് പാണ്ഡ്യരാജാക്കന്മാരായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് കീർത്തനത്തിൽ പാണ്ഡ്യൻ എന്നെഴുതിയിരിക്കുന്നത്. 16 വയസ്സിന് മുമ്പ് അയ്യപ്പൻ എവിടെയായിരുന്നു എന്ന് കീർത്തനം കൊണ്ട് തെളിയുന്നില്ല. പന്തളത്ത് രാജാവിന് സന്താനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ രാജ്യഭരണം ആരെ ഏൽപ്പിക്കുമെന്ന് ഖേദിച്ചിരുന്ന അവസരത്തിലാണ് അയ്യപ്പൻ അവിടെ ചെന്നത്. സ്വന്തം സഹോദരിയുടെ പുത്രനും കായികാഭ്യാസ വിദഗ്ധനുമായ അയ്യപ്പനെ തന്നെ രാജ്യഭാരം ഏൽപ്പിക്കുവാൻ രാജാവ് തീരുമാനിച്ചു. ഈ തീരുമാനത്തെ രാജ്ഞിയും മന്ത്രിയും കൂടി തോൽപ്പിക്കുന്നതിന് പല ഉപായങ്ങൾ പ്രവർത്തിച്ച് രാജ്ഞിക്ക് സുഖക്കേട് ഭാവിച്ച് കിടന്നുകൊണ്ട് പുലിപ്പാൽ ചേർത്ത് മരുന്നുണ്ടാക്കണമെന്ന് വൈദ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ചു. രാജാവിന് ഇഷ്ടമില്ലായിരുന്നുവെങ്കിലും അയ്യപ്പൻ സ്വമനസ്സാലെ പുലിപ്പാലിന് പോയി വനത്തിൽ ചെന്ന് ആ നാട്ടിൽ വലിയ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാട്ടുപോത്തിനെയും മറ്റും കൊന്നതിന് ശേഷം പുലിയെ പിടിച്ച് വള്ളികൾ കൊണ്ട് കെട്ടി രാജധാനിയിൽ കൊണ്ടുചെന്നു. മഹിഷാസുരനെ കൊന്നുവെന്ന് പറയുന്നത് ഒരു കാട്ടുപോത്തിനെ കൊന്നതുകൊണ്ടാണ്. കായികാഭ്യാസ വിദഗ്ധനായ അയ്യപ്പനെ പുലിയെ പിടിക്കുന്നത് ഒരു പ്രശ്നമല്ലായിരുന്നു. ജനങ്ങൾ ഭയവിഹ്വലരായി ഓടി ഒളിച്ചു. ഈ സംഭവങ്ങൾ കഴിഞ്ഞ് അവിടെ താമസിക്കുന്നത് ഉചിതമായിരിക്കില്ല എന്ന് തീരുമാനിച്ച് അയ്യപ്പൻ വീണ്ടും ചിറപ്പിൻചിറയിലേക്ക് പോയി. അവിടെ ചെന്ന ഉടനെ അയ്യപ്പൻ വിവാഹം കഴിക്കണമെന്ന് ആശാൻ തീരുമാനിച്ചു. ആശാന്റെ സഹോദരിയുടെ മകളെ വിവാഹം കഴിച്ചു. എങ്കിലും സ്വന്തം അമ്മയെ ഉപദ്രവിച്ച ഉദയനനെയും അവന്റെ വർഗത്തെയും കൊന്നൊടുക്കിയതിനു ശേഷമേ വിശ്രമം ഉള്ളൂവെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് അയ്യപ്പനും സംഘവും വനത്തിലേക്ക് പുറപ്പെട്ടു. പലയിടങ്ങളിലും അന്വേഷിച്ച് കൊന്നമ്പലമേട്ടിൽ വെച്ച് ഉദയനനെ കണ്ടുമുട്ടി. അവിടെ വെച്ചുണ്ടായ യുദ്ധത്തിൽ ഉദയനനെയും അവന്റെ വർഗത്തെയും കൊന്നൊടുക്കി. അതിനുശേഷം അവർ ശബരിമലയിൽ വന്ന് അവിടെ വിശ്രമിച്ചു. വിശ്വസ്ത ഭാവേന വാവരും കൂടെ ഉണ്ടായിരുന്നു. നേരം വെളുത്തപ്പോൾ അയ്യപ്പൻ മരിച്ചു കിടക്കുന്നതായി കാണപ്പെട്ടു. ദുഃഖാർത്തരായ ശിഷ്യഗണങ്ങൾ ശവശരീരം അവിടെ അടക്കം ചെയ്തിട്ട് എരുമേലിയിൽ വന്നു. അവിടെ വെച്ച് അയ്യപ്പനെ വാവര് കൊന്നതാണെന്ന് സംശയിക്കുകയും വാവരെ അവിടെ വെച്ച് വെട്ടിക്കൊല്ലുകയും ചെയ്തു. പന്തളത്ത് രാജാവിനെയും പണിക്കരാശാനെയും ആളയച്ചു വരുത്തി. എല്ലാവരും കൂടി ശബരിമല വന്ന് അയ്യപ്പന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിച്ചു. അയ്യപ്പന്റെ ഭാര്യയും അവരുടെ കൂട്ടുകാരായ കറുപ്പയും കടുത്തയും ശബരിമല വെച്ച് ആത്മഹത്യ ചെയ്തു. അയ്യപ്പൻ ഭക്തന്മാർ കറുപ്പസ്വാമി എന്നും കടുത്ത സ്വാമി എന്നും പറയുന്നത് പുരുഷന്മാരാണെന്നുള്ള സങ്കല്പത്തിലാണ്. അയ്യപ്പന്റെ വിഗ്രഹത്തിൽ അണിയിക്കാനുള്ള തിരുവാഭരണം പന്തളത്ത് രാജാവ് ഉണ്ടാക്കി അവർ തന്നെ അത് സൂക്ഷിച്ചു പോന്നു. ധനുമാസം 30 പന്തളത്ത് നിന്നാണ് തിരുവാഭരണം കൊണ്ടുവരുന്നത്. വെടിവയ്പ് മുതലായ കാര്യങ്ങൾ ചീരപ്പഞ്ചിറക്കാരും ചെയ്തു പോന്നു. ഈ ഐതിഹ്യം മുഴുവനും വിശദീകരിക്കുന്നത് ശബരിമല അയ്യപ്പൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ്. പേജ് 4-8. ഇങ്ങനെയാണ് ഈ കഥയ്ക്ക് ഒരു രൂപം വരുന്നത്. 15. മലയാളി. പല അയ്യപ്പൻ പാട്ടുകളിലും
അയ്യപ്പനെ പറ്റി മലയാളി എന്ന് പറഞ്ഞു കാണുന്നു. പാണ്ഡ്യ രാജാവിന്റെ രാജധാനിയിലാണ് അയ്യപ്പൻ ചെന്നതെന്നും പുലിപ്പാൽ കൊണ്ടുവരാൻ പോയത് അവിടെ നിന്നാണെന്നും ആണ് ഈ പാട്ടുകളിൽ കാണുന്നത്. അയ്യപ്പൻ കേരളീയനായതുകൊണ്ടാണ് അദ്ദേഹത്തെ മലയാളി എന്ന് വിളിക്കുന്നതെന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല. മലയാളി എന്ന നാമധേയം കേരളീയർക്ക് കിട്ടിയിട്ട് അധികകാലം ആയിട്ടില്ല. നമ്മുടെ ഭാഷയുടെ പേര് മലയാളം എന്നായിരുന്നില്ല. മുമ്പ് മലയാണ്മ, മലയാട്ട്, തമിഴ് എന്നൊക്കെയാണ് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാള ഭാഷ അറിയപ്പെട്ടിരുന്നത്. നേരെ മറിച്ച് മലയിൽ താമസിക്കുന്നവർ എന്നർത്ഥത്തിൽ ഗിരിജനങ്ങളെ മലയാളികൾ എന്നും വിളിച്ചു വന്നിരുന്നു. ഇന്നും വടക്കേ മലബാറിലെ ആറളം അംശത്തിൽ താമസിക്കുന്ന ഗിരിജനങ്ങൾ മലയാളർ എന്നാണ് അറിയപ്പെടുന്നത്. മലയൻ, മലയടിയൻ, മലവേടർ, മലമ്പണ്ടാരം, മലക്കുറവൻ, മല അരയൻ, മലക്കാരൻ എന്നിങ്ങനെയും ഓരോ കാട്ടുജാതിക്കാർ അറിയപ്പെടുന്നു. അയ്യപ്പൻ പാട്ടുകളിൽ മലയാളി, മലയാളിത്താൻ എന്നൊക്കെ അയ്യപ്പനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു ഗിരിവർഗക്കാരനായോ മലയിൽ വസിക്കുന്ന ആളായോ കരുതിയിരുന്നു എന്നാണ് അനുമാനിക്കേണ്ടത്. പാണ്ഡ്യ രാജാവ് എന്ന് പറയുന്നത് പന്തളത്ത് രാജാവിനെ പറ്റി തന്നെ ആകാനാണ് ന്യായം. പാണ്ഡ്യയിൽ നിന്ന് കുടിയേറിയവരാണ് പന്തളത്ത് രാജാക്കന്മാർ എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. പന്തളം എന്ന പദം തന്നെ പാണ്ഡ്യ, അളം എന്നത് ലോപിച്ചതാണെന്ന് അഭിപ്രായപ്പെടുന്നവർ ഉണ്ട്. പന്തളത്ത് രാജകുടുംബവും ശബരിമല ക്ഷേത്രവും തമ്മിലുള്ള ബന്ധവും ഐതിഹ്യങ്ങളിലെ പാണ്ഡ്യ രാജകുടുംബം പന്തളത്ത് രാജകുടുംബം തന്നെയാണെന്ന് തെളിയിക്കുന്നു. അയ്യപ്പന്റെ കഥ ഭക്തന്മാരിൽ പലരും കരുതുന്നത് പോലെ അതിപുരാതനമല്ലെന്നും കൂടി അതിൽ നിന്ന് തെളിയുന്നുണ്ട്. പന്തളത്ത് രാജകുടുംബം കേരളത്തിൽ കുടിയേറിപ്പാർത്തത് C13 ശതകത്തിലാണ്. പാണ്ഡ്യ രാജകുടുംബത്തിന്റെ മറ്റൊരു ശാഖയായ പൂഞ്ഞാർ 14 ശതകത്തിലും കേരളത്തിലെത്തി. അവരുടെ ഐതിഹ്യങ്ങളിലും ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ്. ഈ രണ്ട് രാജകുടുംബങ്ങളുമായി ബന്ധപ്പെട്ട മലവാസിയായ ഒരു അയ്യപ്പൻ ഒരുപക്ഷെ 14 ശതകത്തിൽ ജീവിച്ചിരുന്നിരിക്കാം. ശബരിമല ക്ഷേത്രം കൊള്ളക്കാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമത്തിൽ അദ്ദേഹം മരിച്ചു എന്നും വരാം. അമ്പലപ്പുഴ, ചീരപ്പഞ്ചിറ, മുഹമ്മ, കുടമാളൂർ, ആലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു ഈ അയ്യപ്പൻ എന്ന് ന്യായമായും കരുതാം. പക്ഷെ കഥകളിൽ പറയുന്ന ഹരിഹര സംയോഗ കഥയും തുടയിൽ നിന്നുള്ള ജനനകഥയും മറ്റും ഈ അയ്യപ്പന് ചേരുകയില്ല. പൂഞ്ഞാറിലെ രാമവർമ്മ രാജാവ് കരുതുന്നത് പോലെ പന്തളത്ത് രാജാവിന്റെ സഹോദരിയിൽ ബ്രാഹ്മണന് ജനിച്ച പുത്രനാണ് അയ്യപ്പൻ എന്ന് കരുതാനും തെളിവുകൾ ഇല്ല. അയ്യപ്പനെ ഒരു സവർണ സന്താനമാക്കാനുള്ള ത്വര മാത്രമാണ് അദ്ദേഹത്തിന്റെ ശ്രമങ്ങളിൽ കാണുന്നത്. പാണ്ഡ്യ രാജകുടുംബമായ പന്തളവുമായുള്ള ബന്ധം അനേകം തമിഴ് പാരമ്പര്യങ്ങളും അയ്യപ്പ കഥയുമായി ബന്ധപ്പെടുത്തുവാൻ കാരണമായിട്ടുണ്ട്. തമിഴരുടെ ആരാധനാമൂർത്തികളായ അയ്യനും ശാസ്താവും ശബരിമല അയ്യപ്പന്റെ കഥകളുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു. അയ്യപ്പ സങ്കല്പത്തെപ്പറ്റി PR ശ്രീനിവാസൻ ഇങ്ങനെ എഴുതുന്നു. കോട്ട്: ഗ്രാമദൈവങ്ങളിൽ ശാസ്താവിന് അല്ലെങ്കിൽ അയ്യപ്പന് പ്രധാന സ്ഥാനമുണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് അയ്യപ്പന് പ്രാധാന്യം കാണുന്നത്. അയ്യപ്പൻ യോഗമൂർത്തിയായും ആനപ്പുറത്ത് സവാരി ചെയ്യുന്നതായും സങ്കല്പിക്കപ്പെടുന്നു. അധികം പ്രചാരത്തിലുള്ളത് രണ്ടാമത് പറഞ്ഞ തരത്തിലുള്ളതാണ്. പൂർണ്ണ എന്നും പുഷ്കല എന്നും രണ്ട് ഭാര്യമാരോടുകൂടിയ രൂപവും ചിലയിടങ്ങളിൽ കാണുന്നുണ്ട്. തിരുവിതാംകൂറിലുള്ളതും യോഗമൂർത്തിയായ ശാസ്താവാണ്. അൺകോട്ട്. നാം വണങ്ങും ദൈവങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇതുള്ളത്. പേജ് 7-8. പ്രസ്തുത ഗ്രന്ഥത്തിന്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ തുടരുന്നു. കോട്ട്: കേരളക്കരയിൽ എത്രയും പ്രസിദ്ധമായ ദൈവമാണ് ശാസ്താവ്. ശിവവിഷ്ണു ക്ഷേത്രങ്ങളിൽ തെക്കു പടിഞ്ഞാറേ മൂലയിലാണ് ശാസ്താവിന്റെ സ്ഥാനം. രാജ്യത്തിന്റെ രക്ഷിതാവായതുകൊണ്ട് പശ്ചിമഘട്ടത്തിന്റെ 8 ശിഖരങ്ങളിൽ ശാസ്താവിന് ക്ഷേത്രങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രസിദ്ധമാണ് ശബരിമല ക്ഷേത്രം. തമിഴ് രാജ്യത്ത് അബ്രാഹ്മണരും കേരളത്തിൽ ബ്രാഹ്മണരും ശാസ്താവിനെ പൂജിക്കുന്നു. പൂജാക്രമം ദേവിയുടേത് തന്നെ. ആനയാണ് ശാസ്താവിന്റെ വാഹനം. പൂർണ്ണ, പുഷ്കല എന്ന ദേവിമാരാണ് ശാസ്താവിന്റെ പത്നിമാർ. സുഖാസനത്തിൽ ഇരിക്കുന്നതോ ആനപ്പുറത്തിരിക്കുന്നതോ ആയ വിഗ്രഹങ്ങളും കാണാം. അൺകോട്ട്. നാം വണങ്ങും ദൈവങ്ങൾ, പേജ് 26-27. കേരളീയർ ആരാധിക്കുന്ന അയ്യപ്പനും തമിഴ്നാട്ടിലെ ശാസ്താവും ഒന്നല്ലെന്ന് ഇത് തെളിയിക്കുന്നു. തമിഴ്നാട്ടിലെ അയ്യപ്പന് അല്ലെങ്കിൽ ശാസ്താവിന് 2 ഭാര്യമാരുണ്ട്. കേരളത്തിലെ അയ്യപ്പന് മാളികപ്പുറത്തമ്മ എന്നൊരു കാമുകിയേ ഉള്ളൂ. അദ്ദേഹവും ചീരപ്പഞ്ചിറ മൂപ്പന്റെ മകളും തമ്മിൽ വിവാഹം നടന്നതായി ഒരു കഥ ചിലർ പറയുന്നുണ്ടെങ്കിലും അത് സംബന്ധിച്ച് പ്രബലമായ ഐതിഹ്യങ്ങൾ ഇല്ല. മറ്റൊന്ന്, ഐതിഹ്യങ്ങളിലെ ശാസ്താവ് ആനപ്പുറത്താണ് സഞ്ചരിക്കുന്നത്. ശബരിമല അയ്യപ്പനാകട്ടെ പുലിവാഹനനാണ്. ആന ബുദ്ധമത കഥകളിലും പരാമർശിക്കപ്പെടുന്നുണ്ട്. മായാദേവിയുടെ ഗർഭത്തിൽ ബുദ്ധൻ വെള്ളാനയുടെ രൂപത്തിലാണെന്നാണ് ബുദ്ധമത കഥകളിൽ കാണുന്നത്. അതുകൊണ്ട് ശാസ്താവ് ആനപ്പുറത്ത് സഞ്ചരിക്കുന്നതായി ചിത്രീകരിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അയ്യപ്പൻ പുലിവാഹനൻ ആയത് എങ്ങനെയാണ്? 16. പുലിവാഹനൻ. പാണ്ഡ്യരാജ്ഞിയുടെ വയറ്റിലെ വേദന ശമിപ്പിക്കുന്നതിന് വേണ്ടി പുലിപ്പാൽ എടുക്കുന്നതിന് കാട്ടിൽ നിന്ന് പുലിയെ പിടിച്ച് അതിന്റെ പുറത്തു കയറി വന്നതുകൊണ്ടാണ് അയ്യപ്പൻ പുലിവാഹനൻ ആയതെന്നാണ് ഐതിഹ്യം.
സർക്കസുകാരും മറ്റും പുലികളെ പിടിച്ച് കൂട്ടിൽ കൊണ്ടു നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചിലർ കരടികളെ പിടിച്ച് വായടച്ചു കെട്ടി നഗരങ്ങളിൽ കൂടി കൊണ്ടു നടക്കുന്നത് കാണാം. ഇതിലൊന്നും ആരും അത്ഭുതം കാണാറില്ല. കാട്ടിൽ താമസിച്ചിരുന്ന അയ്യപ്പനും കൂട്ടരും കൂടി ഒരു പുലിയെ പിടിച്ചുകൊണ്ടുവന്നാൽ അത്ഭുതത്തിന് അവകാശമൊന്നുമില്ല. പക്ഷേ ഈ ഐതിഹ്യങ്ങളിൽ കാണുന്ന പുലി കാട്ടുപുലി തന്നെയാണോ എന്ന് സംശയിക്കാനും കാരണങ്ങളുണ്ട്. ശബരിമലയ്ക്കടുത്തുണ്ടായിരുന്ന നിലയ്ക്കൽ എന്ന ഗ്രാമം പറപ്പറ്റത്തിന്റെയും പുള്ളിപ്പുലികളുടെയും വക്രിപ്പുലി എന്നും പറയുന്നുണ്ട്. ആക്രമണത്തിന്റെ ഫലമായി നശിച്ചുവെന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഐതിഹ്യങ്ങളിൽ കാണുന്നുണ്ട്. അതേ തുടർന്ന് അവിടുത്തുകാർ ചെങ്ങന്നൂർ, കാഞ്ഞിരപ്പള്ളി, അരുവിത്തുറ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയത്രേ. 11ഉം 12ഉം ശതകങ്ങളിൽ കിഴക്ക് നിന്ന് ചോളന്മാർ കേരളം ആക്രമിച്ചു. അവരുടെ ആക്രമണത്തിൽ തോറ്റാണ് പാണ്ഡ്യ രാജകുടുംബാംഗങ്ങളായ പന്തളത്തുകാരും പൂഞ്ഞാറുകാരും കേരളത്തിലേക്ക് കുടിയേറുന്നത്. ഈ ചോളന്മാരുടെ കൊടിയടയാളം പുലി ആയിരുന്നു. പുലി അടയാളമുള്ള ചോളന്മാരുമായി ഏറ്റുമുട്ടിയ ഏതെങ്കിലും പാണ്ഡ്യവീരന്റെ അർത്ഥവാദ രൂപത്തിലുള്ള കഥയാണോ അയ്യപ്പൻ കഥയുമായി അലിഞ്ഞു ചേർന്നിട്ടുള്ളതെന്നും സംശയിക്കണം. നിലയ്ക്കലിന്റെ നാശത്തിന് കാരണം ചോളന്മാരുടെയും പറപ്പറ്റത്തിന്റെയും, അതായത് പറയരുടെയും ആക്രമണമായിരുന്നുവെന്നും ഓർക്കുക. അയ്യപ്പന്റെ കഥകൾ ചോളന്മാരുടെ ആക്രമണത്തിന് ശേഷം ചോളാക്രമണത്തിന് വിധേയമായ പാണ്ഡ്യരാജ കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് ഉയർന്നു വന്നതെന്നും സ്മരണീയമാണ്. ശബരിമലയിലെ ദൈവം. തമിഴരുടെ ഗ്രാമീണ ദൈവമായ ശാസ്താവ്, സഹ്യപർവ്വത നിരയിലെ ഗിരിജനങ്ങളുടെ ദൈവമായ കയ്യപ്പൻ, ഹരിഹരസുതൻ, ഭൂതനാഥൻ, വേട്ടയ്ക്കൊരുമകൻ, അയ്യപ്പൻ എന്നു തുടങ്ങി കാലാകാലങ്ങളിൽ നിരവധി ദൈവസങ്കല്പങ്ങൾ ശബരിമലയിലെ ദൈവസങ്കല്പത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. മറ്റു പല ദൈവങ്ങളുടെയും കാര്യത്തിൽ എന്ന പോലെ അവിടവിടെ രൂപം കൊണ്ട പല സങ്കല്പങ്ങളുടെയും ആകത്തുകയാണ് ശബരിമലയിലെ ദൈവം. അതുകൊണ്ടാണ് ആ കഥകൾ പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്നത്. ഐതിഹ്യങ്ങളിൽ വിവരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ചേർന്ന ഒരു വ്യക്തിയും ഒരു കാലത്തും ജീവിച്ചിരുന്നിട്ടുമില്ല. പന്തളത്ത് രാജാവും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം ഐതിഹ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. പന്തളം രാജവംശം കേരളത്തിൽ കുടിയേറിയ കാലത്തിനു ശേഷം അവിടെ മനുഷ്യനായ ഒരു അയ്യപ്പൻ ജീവിച്ചിരുന്നുവെന്ന് അതിൽ നിന്ന് അനുമാനിക്കാം. ആ അയ്യപ്പന്റെ കാലനിർണയത്തിനുതകുന്ന ഒരു തെളിവ് കൂടി PR രാമവർമ്മ രാജ പറയുന്നു. പൂഞ്ഞാർ രാജവംശ സ്ഥാപകനായ മാനവിക്രമ രാജാവ് തെക്കുംകൂറിലുള്ള യാത്രാമധ്യേ വണ്ടിപ്പെരിയാറിൽ വെച്ച അയ്യപ്പനെ കണ്ടതായി അയ്യപ്പൻ പാട്ടുകളിൽ ഉണ്ടത്രേ. ശ്രീ അയ്യപ്പൻ ചരിത്രം പേജ് 54. പൂഞ്ഞാർ രാജാവ് തെക്കുംകൂറിൽ നിന്ന് കുറെ സ്ഥലം എഴുതി വാങ്ങുന്നത് CE 12-ാം ശതകത്തിലാണ്. അത് സംബന്ധിച്ചുള്ള ഗ്രന്ഥവരിയുടെ പകർപ്പ് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ 2-ാം ഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഉദ്ധരിക്കാം. കോട്ട്: കൊല്ലം 360 കുലശേഖര പെരുമാൾ ചെങ്ങമനാട്ട് തേവരു തിരുനാമ പേരാൽ ഒരു പത്തന്മരും ഒരു സ്വാമി പുരുഷരും വേണാട്ടു മനുഷ്യരും കീഴുമല മനുഷ്യവും പൊതുവരും കൂടി ചെയ്ത കാര്യം തേവര് തനിക്കുള്ള മഞ്ഞപ്പാറ മലപ്പുറം എഴുതി കൊടുത്തതിന് അതിരു ആനമേട്ടിനും 18-ാം പടി മേട്ടിനും ഒക്കരപ്പെട്ടിമേട്ടിനും തലമഴ കിഴക്കോട്ട് ചാഞ്ഞതിനും പടിഞ്ഞാറ് തെക്ക് പാലാട്ടിനും പെരിഞ്ചാക്കോട്ട് വടക്ക് പടിഞ്ഞാറ് തിന്നാക്കുട്ടിക്കും പൂതമങ്കാട്ടിനും ചുനക്കടവിനും കിഴക്ക് വടക്ക് മുതിരപ്പുഴയ്ക്കും വരിവയൽ തോട്ടിനും ഊരാഞ്ചാരി മേട്ടിനും പെരുമ്പെട്ടി നിരപ്പിനും തെക്ക് ഈ അതിർത്തിക്കകത്ത് മഞ്ഞപ്പാറ മലയും മലയടിയാരെയും എഴുതി കൊടുത്തിരിക്കുന്നു. മഞ്ഞപ്പാറ മലയകം പൂഞ്ഞാറ്റിൽ തമ്പുരാന് എഴുതി കൊടുത്ത വകയ്ക്ക് ചെങ്ങമനാട് ദേവസ്വം ഗ്രന്ഥവരി കണ്ടെത്തിയ അനുക്കണക്ക്. അൺകോട്ട്. ഈ രേഖ അനുസരിച്ച് കൊല്ലവർഷം 360, അതായത് CE 1190 ആണ് പൂഞ്ഞാർ രാജാവ് കേരളത്തിൽ ആദ്യമായി സ്ഥലം വാങ്ങി താമസം ഉറപ്പിക്കുന്നതെന്ന് വരുന്നു. ഇതിനുശേഷം CE 1419 തെക്കുംകൂറിൽ നിന്ന് മഞ്ഞമല പ്രദേശത്തിന്റെ മേലുള്ള അവകാശം പൂഞ്ഞാറിന് എഴുതി കൊടുത്തു. തൊടുപുഴ കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന കീഴ്മല നാട്ടുരാജാവ് കണ്ണൻദേവൻ മല പൂഞ്ഞാറിന് എഴുതി കൊടുക്കുന്നത് CE 1200 ഇതിൽ നിന്നൊക്കെ തെളിയുന്നത് പൂഞ്ഞാർ രാജവംശം കേരളത്തിൽ വേരുറപ്പിക്കുന്നത് CE 13-ാം ശതകത്തിലാണെന്നാണ്. പന്തളവും ഇതിന് ഏതാണ്ട് അടുത്താണ് കേരളത്തിൽ വരുന്നത്. അപ്പോൾ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അയ്യപ്പൻ ജീവിച്ചിരുന്നത് ആ കാലത്തായിരിക്കാം. ഈ കാലത്തെ ലോക ചരിത്രസ്ഥിതി കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വസ്തുതകൾ മനസ്സിലാക്കാൻ സഹായകമായിരിക്കും. ഇന്ത്യയിൽ അദ്വൈത മതസ്ഥാപകനായിരുന്ന ശങ്കരാചാര്യർ ജീവിച്ചിരുന്നത് 8-ാം ശതകത്തിലാണ്. അതിനുശേഷം ഇന്ത്യയിൽ പല സംഭവങ്ങളും നടന്നു. ദക്ഷിണേന്ത്യയിൽ ചോള സാമ്രാജ്യം ഉദിക്കുകയും 12-ാം ശതകത്തിന്റെ അന്ത്യത്തോടുകൂടി അത് അവസാനിക്കുകയും ചെയ്തു. 11-ാം ശതകത്തിൽ മുഹമ്മദ് ഗസ്നി വടക്കേ ഇന്ത്യ കൊള്ളയടിച്ചു. 1192 പൃഥ്വിരാജിനെ തോൽപ്പിച്ച് കുത്തബുദ്ദീൻ ഐബക്ക് ഡൽഹിയിൽ മുസ്ലിം സാമ്രാജ്യം സ്ഥാപിച്ചു. 1221 ചെങ്കിസ് ഖാൻ വടക്കേ ഇന്ത്യ ആക്രമിച്ചു. ചൈനയിൽ കുബ്ലൈ ഖാൻ ഭരണം നടത്തിയിരുന്നതും മാർക്കോപോള ഇന്ത്യയിൽ വന്നതും ഈ നൂറ്റാണ്ടിലാണെന്ന് കൂടി ഓർക്കുക. മധ്യ പൗരസ്ത്യ ദേശത്ത് കുരിശുയുദ്ധങ്ങൾ കഴിഞ്ഞിരുന്നു.
ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു ചരിത്രകാലത്ത് പാലാഴി മധുരവും മറ്റും നടന്നുവെന്ന് കടുത്ത ഭക്തന്മാർ പോലും പറയുകയില്ല. 13-ാം ശതകത്തിൽ പന്തളത്ത് ജീവിച്ചിരുന്ന മനുഷ്യനായ അയ്യപ്പനും ശബരിമലയും തമ്മിൽ എന്താണ് ബന്ധം? ശബരിമല ക്ഷേത്രം സ്ഥാപിച്ചത് അദ്ദേഹമാണോ, അതോ ക്ഷേത്രം പുനരുദ്ധരിച്ച ആളാണോ അയ്യപ്പൻ? ശബരിമല ക്ഷേത്രത്തിന്റെ ചരിത്രം അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്ധരണികളുടെയും രേഖകളുടെയും റെഫറൻസ്, ഓരോ അധ്യായത്തിന്റെയും അവസാനവും പരിശോധിച്ച റെഫറൻസുകളുടെ വിവരം പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട്. അവ കാണുവാൻ അച്ചടി പുസ്തകമോ ഈ ബുക്കോ പരിശോധിക്കുക. നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് ഓൺലൈനിൽ വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.